Hey guys, welcome to a new episode of Karthik Surya Unleashed. കുറച്ച് ദിവസമായി നമ്മളൊന്ന് ഇരുന്ന് ഒരു ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട്, പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരാൻ പോകുന്ന ആൾ നിങ്ങളുടെ ടൈം വർത്താക്കി തരാൻ പോകുന്ന ഒരാളാണ്. കാരണം ഒരു 7,000 രൂപയുടെ സാലറിയുള്ള ഒരു സാധാരണ ജോബുള്ള ഒരു ലേഡി വെറും വർഷങ്ങൾ കൊണ്ട് ഒരു മൾട്ടി മില്യണിയർ ആവുന്നു. ഈ ഇടയ്ക്ക് ഒരു BMW M4 എടുക്കുന്നു. മാത്രമല്ല, ഒരു സമയത്ത് തൻ്റെ ലൈഫിൽ അങ്ങറ്റം താഴ്ചയുടെ കുഴിയിൽ നിന്ന് ഒറ്റയ്ക്ക് തൻ്റെ വിഷൻ കൊണ്ട്, തൻ്റെ മൈൻഡിൻ്റെ പവർ കൊണ്ട് ഉയർന്നു വന്ന ഒരു ലേഡി. അതേ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ കാർത്തിക് സൂര്യ അൺലീഷ്ഡിൽ ഗസ്റ്റായി എത്തിയിരിക്കുകയാണ് സുജ മോഹൻ. ഒരു ആറടക്കം ഉണ്ടായിരുന്നു അല്ലേ? സുജ ആർ മോഹൻ. നമസ്കാരം ചേച്ചി. വെൽക്കം ടു വെൽക്കം ടു കാർത്തിക് സൂര്യ അൺലീഷ്ഡ്. ഞാൻ തുടങ്ങുന്നതിനെ പറഞ്ഞിട്ട് തുടങ്ങിയുള്ളൂ. ഇന്നലെ വരെ അത് ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഇതിൻ്റെ അകത്ത് കയറി വരുമെന്ന്. അപ്പോ സുഖമാണോ ചേച്ചി? സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ചേച്ചിയുടെ ടൈറ്റിലുകൾ ഞാൻ നോക്കിയപ്പോ ലൈഫ് കോച്ച്, ബിസിനസ് കോച്ച്, മോട്ടിവേഷണൽ സ്പീക്കർ, മാനിഫെസ്റ്റേഷൻ ഗുരു. ഓയ്യോ, എന്തൊക്കെ കാര്യങ്ങളാണ് അടുക്കി വന്നേക്കുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ചേച്ചിയുടെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കിയപ്പോൾ വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ചേച്ചി ലൈഫിൽ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ റിയലി അഡ്മിറബിൾ ആണ്. കാരണം ഒരു സാധാരണ സ്ത്രീയിൽ നിന്ന് സൊസൈറ്റിയിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരാളെന്ന രീതിയിൽ ഉയർന്നു വന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ എപ്പിസോഡ് തീരുന്നതിന് മുന്നേ ആൾക്കാർക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കണമെന്നുണ്ട്. ഒന്ന്, ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ചേച്ചി അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ? മാനിഫെസ്റ്റേഷൻ എന്താണ്? മാനിഫെസ്റ്റേഷനെതിരെ ഒരുപാട് ആരോപണങ്ങൾ പലപ്പോഴും വരാറുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? പിന്നെ ഒരു പേഴ്സൺ എന്ന രീതിയിൽ ചേച്ചിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, കണ്ണേറിനെതിരെ ദൃഷ്ടിദോഷം. അത് എത്രത്തോളം സത്യമാണ്? ആക്ച്വലി എനിക്ക് ദൃഷ്ടിദോഷത്തിലൊക്കെ വിശ്വാസമുണ്ട്. പക്ഷേ ആ വീഡിയോ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇത് എന്തായിരിക്കും പറയുന്നത്, പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നി എനിക്ക് പല കാര്യങ്ങളും. അപ്പോൾ ആദ്യമായിട്ടാണ് കാർത്തിക് സൂര്യ അൺലീഷ്ഡിലേക്ക്, നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാള് വരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു. ആദ്യം തന്നെ ഒരു സിമ്പിൾ ചോദ്യം ചോദിച്ചോട്ടെ, എന്താണ് മാനിഫെസ്റ്റേഷൻ? മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരം. നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു മനുഷ്യൻ വിചാരിക്കുന്നത് നമ്മുടെ ജീവിതം മുൻകൂറായിട്ട് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ്. ദൈവം എഴുതി വെച്ചിട്ടുണ്ട്, നമ്മുടെ വിധി ഓൾറെഡി മുൻകൂറായിട്ട് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ലൈഫിൽ കിടന്ന് സ്ട്രഗിൾ അനുഭവിക്കണം, കുറേ പ്രശ്നങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും കടന്നു പോകണം, നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കണം. ഇതെല്ലാം എൻ്റെ തലയിലെഴുത്താണ് എന്ന് കരുതി അങ്ങനെ പിന്നെ സ്വന്തം വിധിയെ പഴിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരും മനസ്സ് വെച്ചാലും നമ്മൾ ആഗ്രഹിക്കുന്ന ഡ്രീം ലൈഫ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പം ജീവിതത്തിൽ അത് ചെയ്ത് കാണിച്ചിട്ടാണ് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്, ഇഫ് ഐ ക്യാൻ ഡു ഇറ്റ് യു ക്യാൻ ഓൾസോ ഡു ഇറ്റ്. അതുകൊണ്ടാണ് നേരത്തെ ചോദിച്ചില്ല എന്തുകൊണ്ടാണ് കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ഇത്രയും സക്സസ്സിലേക്ക് എത്തിയത് എന്നുള്ളത്. കാര്യം നമ്മുടെ സ്റ്റുഡൻസിൻ്റെ സക്സസ് റേറ്റ് അങ്ങനെയാണ്. അപ്പോൾ ക്ലാസ്സിൽ പങ്കെടുത്ത് നമ്മുടെ മനസ്സിനെ പ്രോഗ്രാമിംഗ് ചെയ്തെടുക്കുക എന്ന് പറയും. മനസ്സിനകത്ത് ഒരുപാട് കണ്ടാമിനേഷൻസ് കിടപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ അനുഭവിച്ച ഒരുപാട് വേദനകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് ഇതൊന്നും നമുക്ക് ഓർമ്മ വരില്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു ബാഡ് സിറ്റുവേഷൻ വരുമ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ വല്ലാതെ ഇങ്ങനെ ചില സമയത്ത് കിളിപോയ അവസ്ഥയിലിരിക്കുകയല്ല. കാര്യം ഇതെല്ലാം കൂടെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മയിൽ വരും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞ് മനസ്സിനെ റീപ്രോഗ്രാമിങ് ചെയ്തെടുക്കുമ്പോൾ തന്നെ മനസ്സ് ക്ലിയറായി. പിന്നെ നമ്മളവിടെ ഗോൾ സെറ്റിംഗ് ചെയ്യുകയാണ്. നമുക്ക് ലൈഫിൽ എന്തൊക്കെയാണ് വേണ്ടത് കൃത്യമായിട്ട് എഴുതി വെച്ച്, നമുക്ക് അടുത്ത 1 മാസം കൊണ്ട്, അല്ലെങ്കിൽ 6 മാസം കൊണ്ട്, 1 വർഷം കൊണ്ട്, 5 വർഷം കൊണ്ട് നേടേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് സെറ്റ് ചെയ്തിട്ട്, അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിലെ ഓരോ ടൂൾസ് ആൻഡ് ടെക്നിക്സും കറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിക്കും 100% അത് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ മാനിഫെസ്റ്റേഷനെ കുറ്റം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലർ ഈ പറയുന്നതൊന്നും കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യില്ല. ഇപ്പോൾ അഫർമേഷൻസ്
നമ്മൾ നേടാനുള്ളത് എന്താണോ അത് നേടിക്കഴിഞ്ഞതായിട്ട് നിരന്തരം പറയുന്നതിനെയാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. ഇവർ കറക്റ്റായിട്ട് ചെയ്യൂല, എപ്പോഴെങ്കിലും വല്ലപ്പോഴും ചെയ്യും, കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യൂല. അതുപോലെ നമ്മുടെ ഒരു ദിവസത്തെ നിരന്തര ചിന്ത എന്താണോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഒരു ദിവസം നമ്മൾ മാക്സിമം ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതെല്ലാം യാഥാർത്ഥ്യമാവും. അപ്പോൾ കുറച്ച് സമയം അഫർമേഷൻ പറയും, ബാക്കി സമയങ്ങളിൽ മൊത്തം ഇപ്പോഴത്തെ കറണ്ട് റിയാലിറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വ്യക്തി സാമ്പത്തികപരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ്. ആ വ്യക്തിക്ക് ഒരു കോടീശ്വരനാകണം, ഞാൻ കോടീശ്വരനാണ് എന്ന് കുറച്ച് നേരം അഫർമേഷൻ പറഞ്ഞിട്ട് ബാക്കി സമയം മൊത്തം എനിക്ക് ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്, ഞാൻ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ടുകൊണ്ട് ഈ ചിന്തകളായിരിക്കും കടന്നു പോകുന്നത്. അപ്പം മാക്സിമം ചിന്തിക്കുന്നത് എന്തോ അതേ റിയാലിറ്റി ആവും. അപ്പോൾ ഇത് നടക്കാതെ പോകും. അപ്പോൾ അവർ പിന്നെ ഞാൻ അഫർമേഷൻ പറഞ്ഞു, ഞാൻ വിഷ്വലൈസേഷൻ ചെയ്തു, ഞാൻ ആ ടെക്നിക്ക് യൂസ് ചെയ്തു, ഇതൊക്കെ ചുമ്മാതെ ആളെ പറ്റിക്കലാണ്, ഇതൊന്നും നടക്കില്ല എന്ന് പറയും. അപ്പം കൃത്യമായിട്ട് ഇവർക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്കൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ അതിശക്തമായിട്ട്, നമ്മൾ അൽക്കെമിസ്റ്റിൽ കേട്ടില്ലേ, അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് എന്തും നേടിത്തരാൻ ഈ പ്രപഞ്ചം പോലും നമ്മുടെ കൂടെ നിൽക്കും. എന്റെ ഫേവറേറ്റ് ബുക്സിലൊന്നാണ് ആൽക്കമിസ്റ്റ്, പോലോ കൊയ്ലോയുടെ. ഞാൻ ആദ്യമായിട്ട് വായിക്കുന്ന ബുക്സിലൊന്നാണ്. അപ്പം അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിതീവ്രമായ ആഗ്രഹം. നേരത്തെ പറഞ്ഞില്ലേ BMW X7, അപ്പോൾ M5 എന്നാണ് പറഞ്ഞത്, M4 അല്ല X7. അപ്പൊ കുറച്ചുകൂടെ വില കൂടി സുഹൃത്തുക്കളെ. പലരും എന്താ പറയുക, അത് മാനിഫെസ്റ്റ് ചെയ്തതിനെ പറ്റിയൊക്കെ ഇതൊക്കെ എല്ലാവർക്കും പറ്റും. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും പറ്റും. ആർക്കും കഴിവ് കൂടുതലും കഴിവ് കുറവില്ല. എല്ലാ മനുഷ്യർക്കും നമ്മുടെ മനസ്സിൻ്റെ 2 തലങ്ങളാണ്, ബോധ മനസ്സും ഉപബോധ മനസ്സും, കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും. ഈ കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ബോധ മനസ്സിന് നമ്മുടെ മനസ്സിൻ്റെ 10% പവറേ ഉള്ളൂ. 90% പവറും കിടക്കുന്ന ഈ സബ് കോൺഷ്യസ് മൈൻഡിന്. ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിക്കും സക്സസ്ഫുൾ ആകാം. ഇന്ന് ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ ഉപയോഗിച്ച് വരാം. ഈവൻ കാർത്തികിൻ്റെ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യണം, ജീവിതത്തിൽ ഉയർന്നു വരണം എന്നുള്ള അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് താങ്കൾ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. ഇനി ഇതൊന്നുമല്ല ഗ്രോത്ത്, ഒരുപാട് ഗ്രോത്ത് മുന്നിലേക്ക് വരും. ശരിയല്ലേ? അതെ. ഈ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. ഒരു സാധാരണ പയ്യനായിട്ട് വളർന്നു വന്നു. ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയർ ആയപ്പോൾ ഫസ്റ്റ് ഇയറിൽ ജൂനിയേഴ്സ് വരുമല്ലോ. അപ്പോൾ ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് പഠിച്ചത്. അപ്പോൾ ഒരു ഹിന്ദിക്കാരനുണ്ട്, നീരജ് എന്നാണ് അവൻ്റെ പേര്. അവൻ LLBക്ക് പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ അവൻ്റെ അടുത്ത് ഇങ്ങനെ ബുക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആൽക്കമിസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ആ ഇടയ്ക്ക് വായിച്ചതേ ഉള്ളൂ, അപ്പോൾ ഷോ കാണിക്കണമല്ലോ. പറഞ്ഞിട്ട് അവൻ പറഞ്ഞു ഭയ്യ ഏക് ബുക്ക് ഹേ സീക്രട്ട്. ഞാൻ സീക്രട്ടോ? അവർ പറഞ്ഞു അത് വായിച്ചു നോക്കൂ, അത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ആൽക്കമിസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഞാൻ ആ സംഭവം വിട്ടുപോയി കേട്ടോ. പിന്നെ ഒരു ദിവസം എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഈ നെയ്സടക്കം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ ഈ ബുക്സ് ആണ് കൂടുതൽ കിട്ടുന്നത്. അപ്പം ഇങ്ങനെ പോയപ്പോൾ ഈ സീക്രട്ട് എന്ന് പറഞ്ഞൊരു ബുക്ക് അവിടെ കിടക്കുന്നു. അവൻ പറഞ്ഞതാണല്ലോ, എടുത്തു വെച്ചിട്ട് വെറുതെ, അന്ന് വലിയ വിലയില്ലായിരുന്നു, അതങ്ങ് വാങ്ങി. എന്നിട്ട് എൻ്റെ കയ്യിരിക്കുക. അന്ന് കുറേ കാലം കഴിഞ്ഞ് വായിച്ചു നോക്കിയപ്പോൾ ആദ്യം അങ്ങനെ ഞാൻ സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷെ ഓരോ പേജ് കഴിയുമ്പോഴുണ്ടല്ലോ ഇവരിതിനകത്ത് റിയൽ ലൈഫ് എക്സാമ്പിൾസ് കോട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. അത് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വന്നത് ജിം ക്യാരി ആക്ടറാണ്. അപ്പോൾ ജിം ക്യാരി പുള്ളിക്കാരൻ്റെ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ $10 മില്യൺ ഒരു ചെക്ക് സ്വന്തം പേരിൽ ഫോർ ആക്ടിങ് എനിക്ക് കിട്ടിയതായിട്ട് എഴുതി അത് പുള്ളിയുടെ പേഴ്സിനകത്ത് ഇട്ടിരുന്നിട്ട് അത് പിന്നീട് പുള്ളി ആ ഒരു നിലയിലെത്തി. അത് കഴിഞ്ഞത് എടുത്ത് നോക്കിയപ്പോൾ ആ ഒരു സ്റ്റോറി പറയുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അതെന്നെ വല്ലാണ്ടന്ന് ഞാൻ ഇൻസ്പയർ ചെയ്തു. അപ്പോൾ ഇത് അങ്ങനെ ചിന്തിച്ച എന്തെങ്കിലുമൊക്കെ ആവോ? പക്ഷേ ജെനുവിനായിട്ട് നമ്മളൊരു കാര്യത്തെ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി എഫർട്ട് എടുക്കാൻ റെഡിയാണ്, അതൊരു ഒബ്സഷനായിട്ട് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ ഇന്നോ നാളെയോ എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഗ്രാജ്വലി നമ്മൾ ആ ഒരു ഗോളിലോട്ടായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം വലുതാണോ അത്രത്തോളം നമ്മൾ അതിനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം. ഇതിപ്പോൾ പറയുമ്പോൾ അവൻ്റെ പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. കാരണം എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഞാൻ ഒരു മീഡിയ ഫീൽഡിൽ നിന്നേ അല്ല, ഒരു സാധാരണ നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വളർന്നു വന്നൊരു പയ്യനാണ്. അപ്പോൾ നമ്മൾ വളർന്നു വരുന്ന സമയത്ത് എന്താണ് നമ്മൾ കേട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി, സാലറി, മന്ത്ലി സാലറി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാർ എടുക്കാം, ലോൺ അടയ്ക്കാനുള്ള പൈസ കിട്ടും,
അല്ലെങ്കിൽ ഒരു വീട് വെക്കുകയാണെങ്കിൽ വീട് വെക്കാനുള്ള പൈസ. അങ്ങനെയാണ് മൊണോട്ടണസ് ആയിട്ട് ലൈഫ് പോകുന്നത്. അപ്പോൾ പഠിക്കൂ, ഒരു ജോലി നേടൂ എന്നുള്ള ചിന്തയാണ്. കറക്റ്റ്. എന്നാൽ ഈ സെയിം സ്ഥാനത്ത് ഒരു ഒരു മില്യണെയർ ആണെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു കോടീശ്വരൻ ഓൾറെഡി വെൽത്ത് അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ മക്കളോട് അങ്ങനെ ആയിരിക്കുമോ പറയുന്നത്? ഒരിക്കലും അല്ല. 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 അവർക്ക് അവർ പകർന്നു കൊടുക്കുന്ന ഒരു വിഷൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. കറക്റ്റ്. അവര് ഇതൊക്കെ ഓൾറെഡി നമുക്കുണ്ട്, ഇനിയും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള പോസിബിലിറ്റീസ് ആണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ രണ്ട് മൈൻഡ് സെറ്റിൽ ഭയങ്കര വ്യത്യാസമാണ്. കറക്റ്റ്. അത് ആക്ച്വലി ഇപ്പം പോലും നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ ചെല്ലുന്ന നിൽക്കുമ്പോൾ മനസ്സിലോട്ട് അയ്യോ വാങ്ങണോ എന്നുള്ളൊരു തോട്ട് വരും. അതെ. പക്ഷേ ഗ്രാജുവലി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും പഠിക്കും. എങ്ങനെയാണ് മണി വർക്കാവുന്നത്, മണിയെക്കുറിച്ച് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്ന പോലെ ആയിപ്പോയി. പക്ഷേ ഇല്ല, ഒരു എക്സാമ്പിളോടെ ഞാൻ പറഞ്ഞോട്ടെ. പൈസയാണ് ഒരാൾക്ക് വേണ്ടതെങ്കിൽ അയാൾ പൈസയെക്കുറിച്ച് തീവ്രമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അയാൾ അതിനെക്കുറിച്ചുള്ള ബുക്സ് വായിക്കാൻ ശ്രമിക്കും. അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. ചിലപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുമായിരിക്കും. ഇതെല്ലാം സബ് കോൺഷ്യസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. നമ്മുടെ ആഗ്രഹം വരുമ്പോൾ നമ്മൾ വഴി തേടുന്നതാണ്. എനിക്ക് കൂടുതലായിട്ട് ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഞാനൊരു 10 ബുക്ക് അങ്ങ് എടുത്തു. എന്നിട്ട് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ, സൈക്കോളജി ഓഫ് മണി, തിങ്ക്, ഒരു ലോഡ് ബുക്കുകൾ വായിച്ചപ്പോൾ സബ് കോൺഷ്യസ്ലി എൻ്റെ മനസ്സിലോട്ട് പല പല തോട്ടുകളും വന്നു. അപ്പോൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇതെന്തിനാണ് ഞാൻ നെഗറ്റീവായിട്ട് വരുന്നത്, ഇത് പോസിറ്റീവായിട്ട് വരില്ലേ? അങ്ങനെയൊക്കെ പതുക്കെയാണ് പേഴ്സണാലിറ്റി ചേഞ്ച് ആയി തുടങ്ങിയത്. ആൾക്കാർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാരോട് സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഒരിത് വന്നപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഡയറക്റ്റായിട്ടാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, ബട്ട് മാനിഫെസ്റ്റേഷൻ്റെ തന്നെ ഒരു ഭാഗമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. നിരന്തരം ചിന്തിച്ചു അതിനെപ്പറ്റി. അതായത് എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം. മേ ബി നമ്മൾ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചത് കൊണ്ട് എനിക്ക് കയറി വരണം എന്നുള്ളൊരു ബേണിംഗ് ഡിസയർ കാർത്തികിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ ബേണിംഗ് ഡിസയറാണ് ഇന്നിവിടം വരെ എത്തിച്ചത്. ഇനി നമ്മൾ ഓൾറെഡി സക്സസ്ഫുൾ ആയി, ഇനി ഇതിനുമൊക്കെ അപ്പുറത്തേക്ക് എനിക്ക് പോകാൻ പറ്റും. അപ്പോൾ എന്താണ് നമ്മൾ പറയില്ലേ, പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവനായിക്കൊണ്ടിരിക്കുന്നു, സമ്പന്നൻ അനുനിമിഷം കൂടുതൽ സമ്പത്ത് നേടുന്നു. കാര്യം മനസ്സിലെ തോട്ട്സാണ്. പാവപ്പെട്ടവൻ എപ്പോഴും ചിന്തിക്കുന്നത് അയ്യോ ഞാൻ മാസാവസാനമാകുമ്പോൾ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടാണ്, എന്നിലേക്ക് പൈസ വരുന്നില്ല, എനിക്ക് കഷ്ടപ്പാടാണ്, ദാരിദ്ര്യമാണ്. നിരന്തരം അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചിന്ത മുഴുവൻ കഷ്ടപ്പാടിനെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചിന്തകൾ കൂടുതൽ ദാരിദ്ര്യത്തെ അദ്ദേഹത്തിലേക്ക് അട്രാക്ട് ചെയ്ത് കൊടുക്കും. നേരെ മറിച്ച് സമ്പന്നൻ ചിന്തിക്കുന്നത് എന്താ, എനിക്ക് കൂടുതൽ സമ്പത്ത് നേടണം. ഇപ്പോൾ ഓൾറെഡി ഒരു ബിസിനസ് ഉണ്ട്, എനിക്കിനി അടുത്ത ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ്, എനിക്ക് ഇനിയും മുന്നോട്ട് പോകണം. നിരന്തരം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനുള്ള വഴികൾ തെളിഞ്ഞു വന്ന് അദ്ദേഹത്തിലേക്ക് കൂടുതൽ സമ്പത്ത് വരും. അപ്പോൾ പലരും ചിന്തിക്കുന്നത് ഭാഗ്യം കൊണ്ടാണ് ഒരാൾ സമ്പന്നനാകുന്നതെന്ന്. ഞാനും പണ്ട് വിചാരിച്ചിരുന്നത് അങ്ങനെയാണ്. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ പവർ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ മനസ്സിലാക്കണം. അതായത് നമ്മൾ നിരന്തരം ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിച്ചാൽ അത് തന്നെ അട്രാക്റ്റ് ചെയ്യും. ഇപ്പോൾ കയ്യിൽ 5 പൈസ എടുക്കാനില്ലെങ്കിൽ പോലും അതിസമ്പന്നനാണ് എന്ന് വിശ്വസിക്കണം. പലരും പറയും പൈസ ഇല്ലാതിരിക്കുമ്പോൾ എങ്ങനെ ഞാൻ പാടാണ്. പറയാൻ എളുപ്പമാണെങ്കിലും അത് പാടാണ്. പക്ഷെ ഞാനത് ചെയ്ത വ്യക്തിയാണ്. എൻ്റെ ബാങ്ക് ബാലൻസ് 0 ആയിരുന്ന സമയത്ത് ഞാൻ നിരന്തരം ഒരു മില്ലനെയർ ആണ് എന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. നിരന്തരം ഐ ആം എ മില്ലനെയർ അഫർമേഷൻ പറയുകയും ആക്ട് ആസ് ഇഫ് എന്ന് പറഞ്ഞിട്ട് ലോ ഓഫ് അട്രാക്ഷനിൽ ഒരു ടെക്നിക്ക് ഉണ്ട്. നിങ്ങൾ എന്താകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അതായങ്ങ് ആക്ട് ചെയ്യുക. അപ്പോൾ നടപ്പിലും പോക്കിലും വരവിലും എല്ലാം നമ്മളൊരു മില്ലനെയർ ആയതായിട്ട് നിരന്തരം ആക്ട് ചെയ്യുകയും എപ്പോഴും മനസ്സിൽ അത്രയും സമ്പന്നതയിൽ ജീവിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, ഒരു വലിയ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് കട്ടിലിൽ തളർന്നു കിടന്ന വ്യക്തിയാണ്. നെർവ് കംപ്രഷൻ എന്ന് പറയുന്നൊരവസ്ഥ വരും. അത് വന്നിട്ട് അത് ബാക്ക് പെയിൻ വന്നിട്ട്, അതായത് എൻ്റെ നടു ഇങ്ങനെ വളഞ്ഞ് ഒരു സീയുടെ ഷേപ്പിൽ ഇങ്ങനെ അരിവാൾ പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ ഞരമ്പ് ഏറെ കുടുങ്ങുമ്പോൾ സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. നമ്മളിങ്ങനെ കിടന്നിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ വരുമ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ സ്റ്റക്കായിപ്പോവും. പിന്നെ നമുക്ക് തിരിഞ്ഞ് കിടക്കാനും പറ്റില്ല, എഴുന്നേക്കാനും പറ്റില്ല. വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ന്യൂറോ സർജൻസും ഇനിയിപ്പം ഇത് ഹീലാകില്ല, നിങ്ങളുടെ പെയിൻ കുറച്ച് തരാം, അതിന് നിങ്ങൾ സർജറി ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിരന്തരം സർജറി ചെയ്യുന്നതിനെ പറ്റി, അല്ലെങ്കിൽ സർജറിയിലേക്ക് പോയിരുന്നുവെങ്കിൽ ഞാൻ അതിനെ അട്രാക്ട് ചെയ്തേനെ. പക്ഷെ ഞാൻ ആ സമയത്ത് ചിന്തിച്ചു, ഇല്ല, സർജറി ചെയ്യാതെ ഇതെന്നെ ഹീൽ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡോക്ടർ എന്നിലേക്ക് വരും.
അവിടെയാണ് നമ്മളെപ്പോഴും പറയില്ലേ, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. ലൈഫിലൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്, ഇപ്പോൾ ആ സമയത്ത് എല്ലാവരും വിധി എഴുതി ഇനി കട്ടിൽ നിന്ന് എഴുന്നേക്കില്ലെന്ന് വേണമെങ്കിൽ എനിക്ക് ചിന്തിക്കാമായിരുന്നു, എൻ്റെ ജീവിതം ഇവിടെ തീർന്നു, എൻ്റെ മക്കൾ ചെറുതാണ്, ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ ഒരു റൂമിൻ്റെ 4 ചുവരുകളും നോക്കി കറങ്ങുന്ന ഫാനും നോക്കി കിടന്നിരുന്നത്, കണ്ണീരുമായി കിടന്നിരുന്ന ദിവസങ്ങളുണ്ട്. അന്ന് ഞാൻ എൻ്റെ മനസ്സിനെ തളർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആ സമയത്ത് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു, അല്ല ഇതൊക്കെ ഹീലാകും, ഇത് എനിക്ക് സർജറി ഇല്ലാതെ തന്നെ ഹീലാക്കാൻ കഴിയുന്നൊരു ഡോക്ടറിലേക്ക് ഞാൻ കണക്റ്റ് ആവും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ പറയില്ലേ, അതിതീവ്രമായിട്ട് അത് ചിന്തിച്ചത് കൊണ്ട് തന്നെ മനസ്സിലൊരു ഇൻറ്റ്യൂഷൻ വന്നു, കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറിനെ ഒന്ന് ഫോൺ വിളിക്കണം. അപ്പം ഞാൻ ആ ടീച്ചറിനെ വിളിച്ചിട്ട് ചോദിച്ചു, മുമ്പ് ഇതുപോലെ നട്ടലിന് വേദന വന്നപ്പോൾ ഒരു ഡോക്ടറെ കണ്ടില്ലേ, ആ ഡോക്ടറിന് ഡീറ്റെയിൽസ് ഒന്ന് തരുമോ? അങ്ങനെ ആ ടീച്ചർ ഡീറ്റെയിൽസ് തരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പോയി കണ്ടു നോക്കും, വലിയ പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, ഓക്കെ ഞാനൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, ആ ഡോക്ടറിനെ മീറ്റ് ചെയ്യുന്നു. അദ്ദേഹം എൻ്റെ MRI റിപ്പോർട്ട് തലനാര് കീറി പരിശോധിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതിനകത്ത് പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല. ഹസ്ബൻഡിനോട് പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യുക, എന്തെങ്കിലും മിറാക്കിളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രം ടീച്ചറിനെ അഡ്മിറ്റ് ചെയ്താൽ മതി, അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എന്ത് വേണം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഐ ബിലീവ് ഇൻ ദാറ്റ് മിറാക്കിൾ, ഞാൻ ആ മിറാക്കിളിൽ വിശ്വസിക്കുന്നു, എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞു. കാര്യം ആ സമയത്ത് ഞാൻ ഈ പറയുന്ന സീക്രട്ട് ബുക്കും പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ബൈ ജോസഫ് മർഫി ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിരുന്നു. അപ്പം ഞാൻ ഈ അത്ഭുതങ്ങളെക്കുറിച്ചും ലൈഫിന് മനസ്സിന് അത്രയും നമുക്ക് പവർ ഉണ്ട്, അതുപയോഗിച്ച് എനിക്ക് ഹീൽ ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം എന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, മിറാക്കിളിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയിൽ നിന്ന്. അപ്പോൾ ആ സമയത്ത് ഞാൻ നിരന്തരം ഈ പുസ്തകങ്ങൾ വായിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ഓരോ അറിവും ഞാൻ എടുത്ത്, അതിലൊരു സീക്രട്ട് ബുക്കിലാണെന്ന് തോന്നുന്നു ഒരു മിറാക്കിൾ മാൻ്റെ കഥ പറയുന്നുണ്ട്. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഫ്ലൈറ്റ് ക്രാഷായി, അദ്ദേഹത്തിന് കണ്ണിൻ്റെ ഇമ വെട്ടാനും ശ്വസിക്കാനും മാത്രമേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം നിരന്തരം മനസ്സിൽ വിഷ്വലൈസ് ചെയ്തു, താൻ പരിപൂർണ്ണ ആരോഗ്യവാനായി ക്രിസ്മസ് രാവിൻ്റെ തലേന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി സ്വന്തം കാലിൽ നടന്നിറങ്ങി പോകുന്ന കാഴ്ച അദ്ദേഹം മനസ്സിൽ നിരന്തരം വിഷ്വലൈസ് ചെയ്തു. ആൻഡ് ഹി മാനിഫെസ്റ്റഡ് ഇറ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പെട്ടെന്ന് ഏത് കാര്യം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ ഈ ഡൗട്ട് എന്ന് പറയുന്ന 1% ഇല്ല. സത്യം അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. നാട്ടുഭാഷ പറഞ്ഞാൽ നമ്മൾ പൊട്ടിപ്പെടണമെന്നല്ല, അതുപോലെ ഞാൻ വിശ്വസിക്കാം. ബ്ലൈൻഡ് ബിലീവറാണ്. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന വെച്ചാൽ ഐ എം എ ബില്യനെയർ എന്നാണ്. അപ്പോൾ വേറെ ആരെങ്കിലും പറഞ്ഞു, നിങ്ങൾ 100 കോടി നേടിയില്ലല്ലോ. ഞാൻ പറഞ്ഞു, എന്നേ ഞാനത് നേടിക്കഴിഞ്ഞു, മനസ്സിനകത്ത് ഞാനത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത്രയും വിശ്വാസമാണ് എനിക്ക്. അങ്ങനെ അന്ന് ഈ ഒരു സ്റ്റോറി എന്നെ ഇൻസ്പയർ ചെയ്തു. അപ്പോൾ ഞാനും വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി. ഞാനും പരിപൂർണ്ണ ആരോഗ്യവതിയ ഹോസ്പിറ്റലിൻ്റെ പടികൾ സ്വന്തം കാലിൽ നടന്നിറങ്ങിപ്പോകുന്ന, ആരെ ഹെൽപ്പില്ല നടന്നിറങ്ങിപ്പോകുന്ന വിഷ്വലൈസ് ചെയ്തു. ആൻഡ് ലാസ്റ്റ് മനസ്സിൻ്റെ പവറും പ്ലസ് ആയുർവേദ ട്രീറ്റ്മെൻറ്റ്, അത് എനിക്ക് ആ മിറാക്കിൾ തന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പലരും ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിച്ചു? കാര്യം ഇമ്പോസിബിൾ എന്ന് പറഞ്ഞെടുത്തുനിന്ന് ഇത് എങ്ങനെ പോസിബിളാക്കി? അങ്ങനെ ഞാൻ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഓരോരുത്തരെ അറിഞ്ഞു, ഞങ്ങൾക്കും പഠിപ്പിച്ചു തരും. അങ്ങനെ ഞാൻ അറിഞ്ഞുകൊണ്ട് ലൈഫ് കോച്ച് ആയൊരു വ്യക്തിയല്ല. ഞാനിങ്ങനെ നമ്മൾ പറയില്ല, ഒരു നിയോഗം പോലെ ഞാൻ സ്കൂളിൽ ക്ലാസ് മുറിയിൽ ഒരു 40-45 കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചറിൽ നിന്ന് ലക്ഷക്കണക്കിന് മലയാളികളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാനുള്ളൊരു നിയോഗം ഉണ്ടായിരുന്നത് കൊണ്ടാകാം ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ അതിങ്ങനെ ഓരോരുത്തർക്ക്. എത്രാം ക്ലാസ് വരെയായിരുന്നു പഠിപ്പിച്ചോണ്ടിരുന്നത്? ഞാൻ 10th കെമിസ്ട്രി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചറാണ്. അപ്പൊ അങ്ങനെ പിന്നെ ആ ഒരു കോവിഡിന്റെ സമയത്ത് ജോലി പോയി. അപ്പൊ ആ സമയത്തായിരുന്നു 7,000 രൂപ സാലറി ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഇനി എന്താണ് ഒരു വഴി? ഒരുപാട് വാതിൽ മുട്ടി നോക്കി, പക്ഷേ ഒന്നും ഒരു കാര്യം, കോവിഡിൻ്റെ സമയത്ത് വേറൊരു സ്കൂളിൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, ആരും എടുക്കത്തില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യും? അങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ഒരു എംപ്ലോയിയിൽ നിന്നും ഒരു ഓൺട്രപ്രണറായി മാറി ഇന്ന് ഒരുപാട് പേർക്ക് സാലറി കൊടുക്കുന്ന ഒരു വ്യക്തിയിലേക്ക് എത്തി. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിന് അപാരമായിട്ടുള്ള ശക്തിയുണ്ട്. എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, പ്രത്യേകിച്ചും സ്ത്രീകളോടാണ് പറയുന്നത്. നമ്മൾ എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാൻ ലൈഫിൽ രക്ഷപ്പെടത്തില്ല, എന്നെ ആരും സഹായിക്കുന്നില്ല, ഈ നിരന്തരം ഒരു വിക്ടിമിനെ പോലെ, ഒരു ഇരയെപ്പോലെ ജീവിതത്തിൽ ജീവിച്ചാൽ നിങ്ങൾ അത് തന്നെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. തിരിച്ച് പോസിറ്റീവായിട്ടൊരു വിന്നർ മൈൻഡ് സെറ്റിലേക്ക് എത്തുക. ഞാൻ എന്ത് ചെയ്താലും വിജയിക്കും, ഞാൻ മുന്നേറും, എൻ്റെ ലൈഫിൽ എനിക്ക് എന്ത് നേടണോ അത് നേടിയിട്ടേ ഞാൻ അടങ്ങുമെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചാലുണ്ടല്ലോ, യു വിൽ ബിക്കം അൺസ്റ്റോപ്പബിൾ. ഡെയർ ടു ഡ്രീം എന്ന് ഇവിടെ എഴുതിക്കുന്നുണ്ടല്ലേ. അതിൽ ഞാൻ 100% അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. സ്വപ്നം കാണാൻ ധൈര്യപ്പെടുക, എന്നിട്ട് ആ സ്വപ്നം നേടാനായിട്ട് എന്തും ചെയ്യുക. അതാണ് എപ്പോഴും ഫോളോ ചെയ്തിട്ടുള്ള കാര്യം. അത് ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതാണ് ഗോള് സെറ്റ് ചെയ്യാന്ന് പറയില്ലേ. അതെ, പലർക്കും ഗോൾ ഇല്ല ലൈഫിൽ, ആർക്കോ വേണ്ടി എങ്ങനെയോ അങ്ങ് ജീവിച്ചു പോവാണ്.
ഓരോ ദിവസം കഴിഞ്ഞു പോകാനുള്ള കാര്യങ്ങൾ മാത്രമേ ആൾക്കാരുടെ മനസ്സിൽ കറക്റ്റ്. ഇരിക്കുകയുള്ളൂ. ഗോൾ ഉണ്ടെങ്കിൽ പോലും അത് വെച്ചിട്ട് അത് പിന്നീട് അതങ്ങ് മനസ്സിൽ നിന്ന് സ്ലിപ്പായി പോകും. കാരണം ഡേ ടു ഡേ ലൈഫിൽ നെഗറ്റീവ് ബിസി ആകുമ്പോൾ തോട്ട്സ് ആണ് മെയിനായിട്ടും കൂടുതൽ. അതായത് ഡേ ടു ഡേ ലൈഫിൽ ബിസി ആകുന്നുണ്ട്. പക്ഷെ ആഗ്രഹം അതിതീവ്രമല്ല. ആഗ്രഹമുണ്ട്. ഇപ്പം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എനിക്കൊരു മില്യനെയർ ആകണം, ബില്യനെയർ ആകണം, ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുവേണ്ടി വർക്ക് ചെയ്യണമെങ്കിൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മളിപ്പോൾ ഒരു ദിവസം ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടതുകൊണ്ട് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ആയി കുറച്ച് ദിവസം ചെയ്യും, പിന്നെ ചെയ്യത്തില്ല. ഇത് കൃത്യമായിട്ട് എവറി സിംഗിൾ ഡേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മൾ ജോലിയിൽ ബിസിയാണ്, എന്താണെങ്കിലും നമ്മൾ ഈ കാര്യത്തിന് വേണ്ടി രാവിലെ ഒരു മെഡിറ്റേഷൻ എത്ര പേര് ചെയ്യുന്നുണ്ട്? വളരെ വിരലെണ്ണന്നല്ല, ഒരു വളരെ ലെസർ പെർസെൻറ്റേജ് നമ്മൾ അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അനാവശ്യമായിട്ട് ദേഷ്യം വരിക, പൊട്ടിത്തെറിക്കുക, ബഹളം വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം കുറവായിരിക്കും. നമ്മുടെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന അതാണ്. നമ്മുടെ സൂം മീറ്റിങ്ങിൽ സ്റ്റുഡൻസ് വന്നിരിക്കുമ്പോൾ അവരെ ആദ്യം ചെയ്യിക്കുന്ന അതാണ് ഈ ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത് അല്ലേ? കറക്റ്റ്. അതായത് ഇപ്പോൾ ഫുട്ബോൾ, അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഫുട്ബോളിൻ്റെ കോച്ച്, നമ്മൾ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന, അതാണ് ലൈഫ് കോച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പല രീതിയിൽ ജീവിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു വിക്ടിമിനെ പോലെ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് ജീവിക്കാം. അതിനിപ്പുറത്തേക്ക് ജീവിതത്തെ ഒരു ആഘോഷമാക്കി ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ കരഞ്ഞ് വിഷമിച്ച് ജീവിക്കുന്നത്? സന്തോഷമായിട്ടൊരു വിന്നറിനെ പോലെ എല്ലാം നേടിക്കൊണ്ട് ജീവിച്ചൂടെ? അപ്പോൾ ആളുകളെ അതാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും മെഡിറ്റേഷനൊക്കെ ചെയ്യിക്കുമ്പം തന്നെ ഭയങ്കര, അതായത് വീട്ടിൽ കിടന്ന് അലറുകയും ബഹളം വയ്ക്കുകയും എറിഞ്ഞു പൊട്ടിക്കുകയും ഒക്കെ ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീകൾ ക്ലാസ്സിലേക്ക് വന്ന് ഈ പ്രാക്ടീസുകളും മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ശാന്ത സ്വഭാവം. ഭർത്താക്കന്മാർ പറയും, ടീച്ചറെ താങ്ക് യു. കാര്യം നരകതുല്യമായിരുന്ന വീട് സ്വർഗമാവാം. കാര്യം വീട്ടിലെ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ആ വീടിൻ്റെ വിളക്കാണ്, മഹാലക്ഷ്മിയാണ്. ആ സ്ത്രീ പോസിറ്റീവ് ആണെങ്കിൽ വർഷയെ നോക്കുന്നുണ്ട്. എന്റെ വിളക്ക് എവിടെ നോക്കിയതായിരുന്നു. സുന്ദരി വിളക്കായിട്ടിരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മഹാലക്ഷ്മി എപ്പോഴും നല്ല പോസിറ്റീവാണ്, നല്ല സന്തോഷവതിയാണ്, സാറ്റിസ്ഫാക്ഷനിലാണെങ്കിൽ ആ വീടിന് ഉയർച്ചയുണ്ടാവും. നേരെ മറിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവരെ നെഗറ്റീവ്, പിള്ളേരോട് ദേഷ്യം, ഭർത്താവിനോട് ദേഷ്യം, എപ്പോഴും ആൾക്കാരെ കുറ്റം പറയും, ആ വീട്ടിലൊരു ഉയർച്ചയും സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഏറ്റവും നല്ലൊരു വ്യക്തിയാകാനായിട്ട് എന്തൊക്കെ ചെയ്യണം, അതിനോടൊപ്പം യോഗയും മെഡിറ്റേഷനും ഈ പ്രാക്ടീസുകളും ഒക്കെ ചെയ്തു വരുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ അത്രയും മാറ്റം വരികയാണ്. അതാണ് ഓരോരുത്തരും അവരുടെ സക്സസ് സ്റ്റോറീസ് പറയുന്നില്ല. അവർ ആഗ്രഹിക്കുന്ന പണം ഏൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ലൈഫിൽ സക്സസ് ഏൺ ചെയ്യുന്നു, സക്സസ് നേടുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫോക്കസ് മുഴുവൻ ലക്ഷ്യത്തിലേക്ക് കൊടുക്കും. അതെ. പിന്നെ ഈ ലൈഫിൽ ഞാൻ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ഓൺ ആൻഡ് ഓഫ് ഇഷ്ടം പോലെ നമ്മൾ പരിചയപ്പെടുന്നത് കാരണം അവർക്കെല്ലാം അവരുടെ ലൈഫിനൊരു ചിട്ട കാണും. ഏതെങ്കിലും ഒരു ഇതിൽ അവർക്ക് ഈ സമയത്ത് ഇതെനിക്ക് വേണം, അല്ലെങ്കിൽ ഈ സമയത്ത് ഇതായിരിക്കണം. ചിലർക്ക് രാവിലെ എഴുന്നേൽക്കുന്നതായിരിക്കും, അതായിരിക്കും അവരുടെ ആങ്കർ പോയിന്റ്. അത് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരിക്കും. ആ കാര്യങ്ങൾ ഫിക്സഡ് ആയിരിക്കും. അതിന് എന്തൊക്കെ സംഭവിച്ചാലും അവരത് മാറ്റില്ല. എന്നാൽ ഇതൊന്ന് മാറുകയാണെങ്കിൽ അവരുടെ താളം ചെറുതായിട്ടൊന്ന് മാറും. എന്നാലും തിരിച്ച് പിടിച്ചിടാനായിട്ട് ശ്രമിക്കും. ഈ ഇതിൽ പോകുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ എഴുന്നേറ്റുള്ള, ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 7 മണി വരെയുള്ള സമയം, അല്ലെങ്കിൽ ഒരു 8 മണി വരെയുള്ള സമയം, അത് മീ ടൈമാണ്. വെരി ഗുഡ്. എനിക്ക് എന്താണോ വേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കണ്ട. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യും, രാവിലെ എഴുന്നേൽക്കുക, ഇത് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എന്തുവാണോ ചെയ്തോ എന്നുള്ളത് മൈൻഡിലുള്ളതുകൊണ്ട് ആ സമയത്തായിരിക്കും നമ്മുടെ ഏറ്റവും തോട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മൈൻഡിലോട്ട് വരുന്നത്, ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാം. കാരണം നമ്മൾ ഫ്രീ അല്ലേ, എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുന്നേ നമ്മൾ എഴുന്നേറ്റിരിക്കുകയാണ്, ഭയങ്കര സൈലൻസ് ഉണ്ട്, ഞാനും കുറച്ച് ചീവീടും മാത്രം കാണും. അത് എൻ്റെ കാര്യത്തിൽ. അതുപോലെ ഇപ്പോൾ ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് നൈറ്റ് ടൈം ആയിരിക്കും ചിലപ്പോൾ കുറച്ചുകൂടെ ക്രിയേറ്റിവിറ്റി വരുന്നത്. അപ്പോൾ ഓരോ ആൾക്കാരും, പക്ഷെ ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കില്ല. ഇങ്ങനെ റുട്ടീനൈസ്ഡ് ആക്കാനും ലൈഫ്, ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി, ഈ 2 കാര്യങ്ങൾക്ക് ലൈഫിലുള്ള ഇമ്പോർട്ടൻസ് അത് പലരും, മെജോറിറ്റി ആൾക്കാരും മനസ്സിലാക്കാറില്ല. എൻ്റെ ലൈഫ് എപ്പോഴൊക്കെ ഡിസിപ്ലിൻ വിട്ട് പോവോ അപ്പോഴൊക്കെ ആവറേജ് ആയിരിക്കും. എപ്പോൾ തിരിച്ച് സ്നാപ്പ് ബാക്ക് ടു ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി വരുമോ അപ്പോഴൊക്കെ
സക്സസിലോട്ട് പോകും. ഒരു പീക്ക് വരും, നമുക്ക് തന്നെ ഫീൽ ചെയ്യില്ലേ Correct. നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളും വർക്കൗട്ട് ആവുകയാണ് എല്ലാം തന്നെ. നമുക്ക് അനുകൂലമായിട്ട് വരും. അതെ, ചില സമയങ്ങളിൽ നമ്മൾ വണ്ടി എടുത്ത് ഓടിക്കുമ്പോൾ എല്ലാം പച്ച ലൈറ്റ് അങ്ങ് ഓടിച്ചു പോവില്ലേ. എന്നാൽ ചില ദിവസം എടുത്തു കഴിഞ്ഞാൽ ചോപ്പ് പുല്ല് പോണില്ലല്ലെന്ന് പറഞ്ഞ അടുത്ത സിഗ്നലെത്തും വീണ്ടും ചോപ്പ്. അത് കണക്കാണ്. അപ്പോൾ സ്മൂത്ത് ആവുന്ന സമയത്ത് അതിനെ അങ്ങ് എംബ്രേസ് ചെയ്യുക എന്നുള്ളൊരു വലിയ പാഠം. അത് വളരെ പാടുപെട്ടാണെങ്കിലും പഠിച്ച് അതെ. പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അതായത് നമുക്ക് സക്സസ്ഫുൾ ആകണമെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ജീവിതത്തിൽ വിജയിക്കണമെന്ന് അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആ ഒരു ഡിസിപ്ലിനിൽ പോകും. രാവിലെ എഴുന്നേറ്റ് ഈ പറയുന്ന പോലെ മെഡിറ്റേഷൻ ചെയ്യുക. പലരും പറയും എന്താണ് മോർണിംഗ് റുട്ടീൻ? എൻ്റെ മോർണിംഗ് റൊട്ടീൻ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ മെഡിറ്റേഷൻ, അതുപോലെ അഫർമേഷൻ. എത്ര മണിക്കായിരിക്കും? ഞാൻ രാവിലെ എനിക്ക് പ്ലാറ്റിനം ക്ലാസ്സുകളുണ്ട്. അപ്പോൾ പ്ലാറ്റിനം ഫാമിലിക്കൊപ്പമാണ് ഞാൻ എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരോടൊപ്പം തന്നെ എഴുന്നേറ്റ ഉടനെ എത്ര മണിക്കാ? രാവിലെ 6 to 7:30 ആണ് മോർണിംഗ് പ്രാക്ടീസ് വരുന്നത്. അപ്പോൾ രാവിലെ തന്നെ യോഗ പ്രാക്ടീസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ, അഫർമേഷൻ, വിഷ്വലൈസേഷൻ. അതുപോലെ ഞാൻ അടുക്കി വെച്ചേക്കുകയാണ്. ജിമ്മിൽ പോയി 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യും. ഓ ഗ്രേറ്റ്. അപ്പം ഇപ്പൊ കാർത്തിക് പറഞ്ഞ പോലെ പവർഫുൾ മോർണിംഗ് ആണ് ഒരു ദിവസത്തിന്റെ കിങ് എന്ന് പറയുന്നത്. ആ രാവിലെ നമ്മൾ വിൻ ചെയ്താൽ ആ ഒരു ദിവസം മൊത്തം എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റും, പ്രൊഡക്റ്റീവ് ആയിരിക്കും. രാവിലെ തന്നെ നമ്മൾ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസും കണ്ട് മടിയും പിടിച്ചിരുന്നാൽ ആ ദിവസവും അങ്ങനെ പോകും. ആണ് കേട്ടോ. രാവിലെ ഫോൺ എടുത്താൽ ഉള്ളൊരു നെഗറ്റീവ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സ്ക്രോൾ ചെയ്യാണ്, നമുക്ക് ഒരു 3 റീല് വന്നു. ആ 3 ആൾക്കാർ നെഗറ്റീവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതെ, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ ആ ഒരു മൂഡിലോട്ട് അങ്ങ് കയറും. കറക്റ്റ്. ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കമന്റ് വായിക്കൂലല്ലോ. അല്ല 10 പോസിറ്റീവ് കമന്റ് ലല്ലല്ല, പിന്നെ എന്തിനാടാ ഇതൊക്കെ ചെയ്തു തീർന്ന് ആ ദിവസം പോയി, മൂഡ് മാറും. അപ്പോൾ ദിവസത്തിന്റെ ആദ്യം നമ്മൾ നമുക്ക് വേണ്ടിയും പോസിറ്റിവിറ്റിയിലും എൻഡൽജ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞോണ്ടിരിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല, അത് ചെയ്യുന്നുണ്ടല്ലോ. അതെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലൈഫിൽ സക്സസ്ഫുൾ ആയ ആളുകൾ അറിഞ്ഞോ അറിയാതെയോ മൈൻഡ് പവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മുടെ സക്സസ്സിലേക്കുള്ള റൂട്ട്. അപ്പോൾ വിരാട് കോഹ്ലി ആണെങ്കിലും പിന്നെ റൊണാൾഡോ ആണെങ്കിലും അവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് കൃത്യമായിട്ട്. ഇപ്പോൾ റൊണാൾഡോ, എനിക്ക് എപ്പോഴും ഐ വോണ്ട് ടു ബി ദ ഫസ്റ്റ് പൊസിഷൻ. അദ്ദേഹം നിരന്തരം ബ്രെയിനിൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണോ നിരന്തരം ചിന്തിക്കുന്നത് അതിലേക്ക് അദ്ദേഹം അട്രാക്റ്റഡ് ആവും. ഇപ്പോൾ വിരാട് കോഹ്ലി ആണെങ്കിലും മാച്ചിന് പോകുന്ന സമയത്ത് 6 അടിച്ച് പറത്തുന്നതായിട്ടൊക്കെ വിഷ്വലൈസേഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള എല്ലാവരും, ഇപ്പോൾ ഹോളിവുഡ് ആക്ടേഴ്സ് ആണെങ്കിലും ആക്ട്രസസ് ആണെങ്കിലും അതുപോലെ മലയാളിയായിട്ടുള്ളവരാണെങ്കിൽ എല്ലാവരും, ബോളിവുഡ് എല്ലാവരും അവർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരാരും പബ്ലിക്കലി ഞങ്ങൾ ഈ പറയുന്ന മൈൻഡ് പവർ അല്ലെങ്കിൽ ഓഫ് അട്രാക്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പബ്ലിക്കലി തള്ളാണെന്ന് പറയും. കറക്റ്റ് അല്ലേ? അതെ. അതായത് രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു കൊടുത്താലും അതിനെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അവരാണ് ഇതിനെയൊക്കെ തള്ളി പറയുന്നത്. എങ്ങനെയാണ് പേഴ്സണൽ ബ്രാൻഡിങ് ഇതുവരെ ചെയ്തിട്ടുള്ളത്? അതായത് ഒരു നോമിനൽ ടീച്ചർ എന്നുള്ള രീതിയിൽ നിന്നിട്ട് യൂട്യൂബിലോട്ട് വന്നതിന് ശേഷമാണോ ബ്രേക്ക് ത്രൂ കിട്ടിയത്? അത് ഇൻസ്റ്റാഗ്രാമിലോട്ട് വന്നതിന് ശേഷമാണോ ഒരു ബ്രേക്ക് ത്രൂ വന്നിട്ടുള്ളത്? ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീസെന്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. റീസെന്റ് ആയിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ആളുകൾക്ക് ഇങ്ങനെ, ഇപ്പോൾ കാർത്തികിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ഒരു വ്യക്തിയെ പോലെ ഫീൽ ചെയ്യും. കാര്യം സംസാരം ഭയങ്കര ഡൗൺ ടു എർത്ത് നേച്ചർ. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന നേച്ചറുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അത്രയും അവർ സ്നേഹത്തോടെ ടീച്ചറമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പം അവരിങ്ങനെ ഏറ്റെടുത്തു. പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അപ്പം യൂട്യൂബിൽ അങ്ങനെ ഗ്രോത്ത് കിട്ടി. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സ്റ്റുഡൻസ് വരുന്നു. ഓരോ മാസവും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ എണ്ണം വർദ്ധിച്ചു വരുന്നു. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് വന്ന ഇൻസ്റ്റാഗ്രാമൊക്കെ ഞാൻ റീസെൻ്റ് ആയിട്ടാണ് ആ ഒരു മേഖല വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് മെയിനായിട്ട് യൂട്യൂബ് വീഡിയോയിലൂടെ തന്നെയാണ് നമ്മുടെ ആ ഒരു ഗ്രോത്ത് വന്നത്. പിന്നെ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി. നമ്മുടെ ക്ലാസ്സിൽ ഒരു സ്റ്റുഡൻറ്റ് വന്ന് അറ്റൻഡ് ചെയ്ത് അവർക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നാളെ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവർ ആരുടെ അടുത്ത് ചെന്ന് പറയട്ടെ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ പറയും ജോൽസിൻ്റെ അടുത്ത് പോയിട്ട് നീ ഒന്ന് കവിടി നിരത്തി നോക്ക് എന്താണ് നിൻ്റെ സമയം ഓക്കെ ആണോ എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ പറയുന്ന ഈ ടീച്ചർമാരുടെ ക്ലാസ്സിലൊന്ന് കയറി, നീ 1 മാസത്തെ സിൽവർ ക്ലാസ് ഒന്ന് കയറി അറ്റൻഡ് ചെയ്തിട്ട് പറ. അപ്പോൾ അവർ വരുന്നു, അവർക്ക് റിസൾട്ട് കിട്ടുന്നു. ഇവരടുത്തൊരു 15 പേർക്ക് സജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോ സ്റ്റുഡൻസും മൗത്ത് പബ്ലിസിറ്റിയിലൂടെ സജസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതലും നമ്മളിലേക്ക് സ്റ്റുഡൻസ് വരുന്നത്. റിസൾട്ടുകളാണ് കൂടുതൽ
നമുക്ക് സക്സസ് തരുന്നത്. അതെ, മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും ബെസ്റ്റ് ഫോം ഓഫ് പബ്ലിസിറ്റി. ചില പടങ്ങൾ മാർക്കറ്റിങ്ങേ ചെയ്യാറില്ല, ആ, പക്ഷെ ഇറങ്ങി കഴിയുമ്പോൾ ആൾക്കാർ അങ്ങോട്ടും പറഞ്ഞു ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു അതെ പറഞ്ഞു 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 പറഞ്ഞ് ഹിറ്റാവും. ആണത് ഹിറ്റാവുന്നത്. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഭരതനാട്യം പാർട്ട് 2 ആ, മോഹിനിയാട്ടം ഇറങ്ങി. അതിന്റെ ഫസ്റ്റ് പാർട്ട് ഒരു വൻ പരാജയമായിരുന്നു തിയേറ്ററിൽ, പക്ഷെ OTT അതെ അടിപൊളിയായിരുന്നു. അതെ എന്നാൽ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയപ്പോൾ ഇനിഷ്യലി കുറച്ച് പുഷ് ഉണ്ടായിരുന്നെങ്കിലും ആ പടം കിടിലമാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ റഷ് തള്ളിക്കയറ്റമായിരുന്നു അങ്ങോട്ട്. അപ്പോൾ മൗത്ത് ടു മൗത്ത്, അത് ഭയങ്കര ഒരു കാര്യമാണ്. അതെ. പക്ഷെ അതിന് മൗത്ത് ടു മൗത്ത് കിട്ടണമെങ്കിൽ അത്ര സോളിഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് കറക്റ്റ്. നമ്മുടെ നമ്മളിപ്പോൾ ഒരു കയ്യിലുണ്ടായിരിക്കണം. റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചു, നമുക്ക് ആ ഫുഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യണ്ടേ, ആ റെസ്റ്റോറൻറ്റിലെ ഫുഡ് അടിപൊളിയാന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെ അവർക്ക് ആ റിസൾട്ട് കിട്ടുമ്പോഴാണ് അവർ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഉം. ഈ BMW X7 ഉം, അല്ലേ, ഉം. എന്താ ആ കാറിനോട് ഒരു ഫാസിനേഷൻ വരാൻ കാരണം? ഞാനുള്ള വീഡിയോയിലെല്ലാം BMW X7 കുറിച്ച് പറഞ്ഞ് 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 കേരളം മൊത്തം ഇപ്പം എന്നെ ആ ഒരു അതെ, പേര് അത് ഇത്തിരി തള്ളല്ലേ എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്ത ഏതെങ്കിലും ഇന്റർവ്യൂവിൽ ഇനി നീ BMW X7 കാര്യം പറയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ വീട്ടുകാരെന്നെ ഇനി BMW X7 അവിടെ പറ്റി പോയി പറഞ്ഞ മിണ്ടി നിന്റെ മുട്ടുകാരെ തന്നെ ഇടിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിലാണെങ്കിൽ ഞാനത് മാനിഫെസ്റ്റ് ചെയ്തൊന്ന് പറയുന്നതിൻ്റെ കാര്യം, ഒരു സാധാരണക്കാരിയായിട്ടുള്ളൊരു പെണ്ണ് അവളുടെ ജീവിതത്തിൽ അവർ അത്രയും ആ ഒരു മൈൻഡ് പവർ യൂസ് ചെയ്ത് അവരുടെ ആ കഷ്ടതകളിൽ നിന്ന് കയറി വന്ന ആ ഒരു സ്റ്റോറി മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആകട്ടെ എന്ന് കരുതിയാണ് ഞാൻ പറയുന്നത്. അല്ല, അത് പക്ഷെ പറയണം. അതിനെ ഒരു തള്ളായിട്ട് എടുത്തു. ഓ, ഇവർ തള്ളി മറിക്കുകയാണല്ലോ, ഇവർ എവിടെ നോക്കിയാലും ഇവരുടെ ഒരു BMW സ്റ്റോറികളിൽ ഇവർ ആൾക്കാരെ പറ്റിച്ച് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഒരുപാട് ഞാൻ കണ്ടു, നെഗറ്റീവ് കമൻറ്റുകൾ ഇങ്ങനെ കണ്ടു. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 5 വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുകയാണ്. നമുക്ക് ഒരു ഫീൽഡിൽ സക്സസ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജെനുവിൻ അല്ലെങ്കിൽ ഒരിക്കലും ഒരു പോയിന്റ് കഴിഞ്ഞ് നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. നിലനിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ ജെനുവിൻ അല്ല, അല്ലെങ്കിൽ ഇത് റിസൾട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ BMW X7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് ആഗ്രഹിച്ചു എന്ന് വെച്ചാൽ, ഞാൻ മറ്റുള്ളവരെ മാനിഫെസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചോദ്യം വരും, നിങ്ങളെന്ത് മാനിഫെസ്റ്റ് ചെയ്തു? അപ്പോൾ അവിടെ നമ്മൾ ഒരു ലക്ഷറി കാറ് നമ്മുടെ അതായിട്ടുള്ള വരുമാനത്തിൽ നിന്ന് വാങ്ങിയെന്ന് പറയുമ്പം മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ, അവരത് ചെയ്തു, അപ്പോൾ അത് നമുക്കും ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും സ്ത്രീകളെ ഇൻസ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ടീച്ചറമ്മയ്ക്ക് അത് പറ്റിയെങ്കിൽ ഞങ്ങൾക്കും പറ്റുമെന്നുള്ളൊരു വിശ്വാസം അവരുടെ ഉള്ളിൽ വരും. അപ്പം ഞാനങ്ങനെ ഈ ഒരു കാറിൻ്റെ ചിത്രം എൻ്റെ വിഷൻ ബോർഡിൽ ഒട്ടിച്ചു വെച്ച് നിരന്തരം ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ഇപ്പോൾ അത് മേടിച്ചിട്ട് 1.5 വർഷമായി നമ്മുടെ കാർ പോർച്ചിലുണ്ട്. ഉണ്ട്. ആ കാറിനോട് എന്താ ഒരു ഇഷ്ടം വന്നത്? ആ കാറിനോട് ഇഷ്ടം വന്നത് അതൊരു സ്റ്റോറിയാണ്. ഞങ്ങൾ ജസ്റ്റ് BMWൻ്റെ ഏതെങ്കിലും ഒരു കാറെന്ന് പറഞ്ഞിട്ട് കാറിൻ്റെ ഷോറൂമിൽ പോയി. അവിടെ ചെന്നപ്പം X3 ഞങ്ങൾ നോക്കി. അപ്പോൾ X3 നോക്കിയപ്പോഴത്തേക്ക് X3യുടെ അടുത്ത് ഈ ആനയുടെ അടുത്ത് ആട് കിടക്കുന്ന പോലെ ഈ X7 ഇങ്ങനെ കിടക്കുന്ന ഒരു ആനക്കുട്ടിയെ പോലെ അല്ലേ? അപ്പം ഞങ്ങളിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഇത് കൊള്ളാമല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ ആ കാറിന് അടുത്തേക്ക് ചെന്നപ്പോൾ സെയിൽസ്മാൻ എൻ്റെ അടുത്ത് ചോദിച്ചു, മാഡം എന്ത് ചെയ്യുന്നു? ലൈഫ് കോച്ച്. പുള്ളിക്കൊന്നും മനസ്സിലായില്ല. ഹസ്ബൻഡിനോട് ചോദിച്ചു, ലൈഫ് ലൈഫ് കോച്ച് കോച്ചോ? അതെന്താണ് അതേത് സംഭവം? ടീമാ? പറഞ്ഞ ഒരു കുറ്റപ്പെട്ട കാര്യം അറിയില്ലല്ലോ. ആ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനോട് ചോദിച്ചു, സാർ എന്ത് ചെയ്യുന്നു? റിട്ടയർഡ് ആർമി പേഴ്സൺ ആണ്. ഉം. അപ്പോൾ ഇവർക്ക് ഇതൊന്നും ഓ, ചേട്ടാ അഫോർഡ് ആർമിയിലായിരുന്നു അല്ലേ? റിട്ടയർഡ് ആർമിയാണ്. അപ്പോൾ ഇവർക്ക് ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അത് നമ്മളെ കണ്ടിട്ടും വലിയ ലുക്കൊന്നുമില്ല. അപ്പോൾ ഇവർ കാര്യം പുള്ളി പറഞ്ഞു, ഇത് ലാസ്റ്റ് TS കല്യാൺ സിൽക്സിൻ്റെ ഓണറാണ് ഇത് എടുത്തേക്കുന്നത്, സാറിന് X3 ആയിരിക്കുന്നല്ലേ എന്ന് പറഞ്ഞു. ആ, ആ. ഉം. അയ്യോ, ഇങ്ങനെ ഉണ്ട് കേട്ടോ ആ, ആൾക്കാര് പക്ഷേ രൂപം വെച്ച് ജഡ്ജ് പക്ഷേ ചെയ്യുന്നത്. ഇങ്ങനെ പറയുമ്പം സ്വാഭാവികമായിട്ടും ചിലർ പറയാറുണ്ട് അത് സെയിൽസ്മാൻ മനഃപൂർവ്വം അങ്ങനെ പറയുന്നതാണ് എന്ന്. ആണെങ്കിൽ കൂടിയും എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. എൻ്റെ അടുത്ത് ഒരാൾ നിനക്കിത് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനത് ചെയ്ത് കാണിച്ചിട്ടേ അടങ്ങും. എനിക്ക് അങ്ങനത്തെ ഒരു വാശിയുണ്ട് കേട്ടോ. സ്കൂളിൽ നിന്ന് ജോലി പോയെങ്കിൽ ഇന്ന് സംരംഭകയായി മാറി മറ്റുള്ളവർക്ക് സാലറി കൊടുത്ത് ഇന്ന് സ്കൂളിൽ നിന്ന് ഓരോരുത്തരും വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യും, മിടുക്കി എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ചെയ്ത് കാണി. അതെൻ്റെ ഒരു വാശിയാണ്. വാശി എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള വാശിയല്ല, അതിനൊരു പോസിറ്റീവായിട്ട് ജീവിതത്തോടുള്ള വിജയിക്കണം എന്നുള്ളൊരു വാശി. ഞാൻ അന്ന് കുറിച്ചിട്ട് ഞാൻ മേടിക്കുന്നെങ്കിൽ X7 മേടിക്കും. അത് മേടിക്കാൻ കയ്യിൽ പൈസയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് മറിച്ച് തിരിച്ചൊക്കെ 1 ലക്ഷം രൂപ കൊണ്ടൊന്ന് അഡ്വാൻസ് അടച്ചിട്ട് കഴിഞ്ഞ് ഇത് എടുക്കണമെങ്കിൽ 1,65,00,000 രൂപ വില വരുന്ന വണ്ടിയാണ്. 1 ലക്ഷം രൂപ കയ്യിലെടുക്കാനില്ലാത്ത ഒരാൾക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന കാര്യമല്ല അന്ന്. സ്വപ്നം മാത്രമേ അന്നേരം കാണാൻ മാത്രമേ പറ്റൂ. ഉള്ളൂ. പക്ഷേ മനസ്സിൽ അടങ്ങാത്ത വാശി കിടപ്പുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും, അവിടെ ഈ 1 ലക്ഷം അവിടെ കിടക്കുന്നത് പോവോ? അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, കിടക്കും അവിടെ. കാര്യം ഇത് കുറേ നാൾ കഴിഞ്ഞ് എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ പൈസ നഷ്ടപ്പെട്ടാലും വെറുതെ 1 ലക്ഷം രൂപ കളയണ്ടല്ലോ, അവിടെ കിടക്കുമെന്ന് പറഞ്ഞു.
ചിന്തിച്ചു. അത് തീവ്രമായിട്ട് ആഗ്രഹിച്ചു. ഞാൻ യൂട്യൂബിനകത്ത് BMW X7 വൈറ്റ് എന്ന് പറഞ്ഞ് അടിക്കുമ്പോൾ ഒരു 15 മിനിറ്റുള്ളൊരു വീഡിയോ വരും. ഇതിനകത്ത് ഈ കാറിൻ്റെ എല്ലാ പാർട്സും ഇങ്ങനെ കാണിക്കുന്നൊരു വീഡിയോ. ഞാൻ എല്ലാ രാത്രിയിൽ ഇതെടുത്ത് വെച്ച് കാണും. കണ്ട് എൻ്റെ മനസ്സിനകത്തുണ്ടല്ലോ ഇതങ്ങ് പതിച്ച് ഞാൻ അവസാനം ചായ ഇടുമ്പോ BMW. അപ്പോൾ ഇത് ഞാൻ മനസ്സിലങ്ങ് പതിപ്പിച്ചു. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മനസ്സിലിത് പതിഞ്ഞു എന്ന്. എന്നെ ഇരിക്കാനും നിൽക്കാനും സമ്മതിക്കുന്നില്ല. കാറ് വാങ്ങിക്കുക മനസ്സ്. ഞാൻ പറഞ്ഞു ചേട്ടാ ഇരിക്കാനും നിൽക്കാനും വരും. ചേട്ടൻ പറഞ്ഞു ആഗ്രഹം മാത്രം പോരല്ലോ, പൈസ വേണ്ടേ. പക്ഷേ നമ്മൾ പറയില്ലേ, നമ്മൾ ആഗ്രഹിച്ചെങ്കിൽ നമുക്കൊരു തോട്ട് വരും. അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ വന്നു, ഒരു കാര്യം ചെയ്യണമെന്നുള്ളത്. അത് ചെയ്തു, ആ കാർ എടുത്തു. ഞങ്ങള് പിന്നെ ശരിക്കും പറഞ്ഞാൽ പൈസ ഇല്ലാതിരുന്ന സമയത്ത് ഇതുപോലെ ബാങ്ക് മാനേജറെ ചെന്ന് കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇത്രയും കൂടിയ കാറൊക്കെ വേണോ? അപ്പോൾ ഓൾറെഡി നമുക്കൊരു ബലേനോ കാറുണ്ട്. സാറേ ഇത്രയും കൂടിയ കാറൊക്കെ വേണോ? അപ്പം ഞങ്ങൾ പറഞ്ഞു ഒരാഗ്രഹമാണ്. അപ്പം പുള്ളി സിബിൽ സ്കോർ അതൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇപ്പോഴത്തെ ഇതിൽ നമുക്ക് അത്രയും വലിയ ലോണൊന്നും അനുവദിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു. പക്ഷേ എന്താ പറയുക, നമ്മുടെ ആ ഒരു അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം. പിന്നെ ഞാനൊരു ആഗ്രഹം പറഞ്ഞാൽ എൻ്റെ ഫാമിലി എൻ്റെ ഒക്കെ എൻ്റെ കൂടെ നിൽക്കും. എൻ്റെ മക്കളും എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെൻ്റെ ഏത് ആഗ്രഹവും സാധിച്ചു തരാനായിട്ട് കൂടെ നിൽക്കുക. അങ്ങനെ അതുപോലെ ഞങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ശരിക്കും അത് സ്വന്തമാക്കി. അതല്ല, അതിനെക്കാട്ടിലും വലിയ മാനിഫെസ്റ്റേഷനൊക്കെ ഓൺ ദ വേ ആണ്. അത് നടന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം ഉടനെ. നല്ല കാര്യം, അത് നടന്നിട്ട് പറയുന്നതായിരിക്കും അതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നെഗറ്റീവ് എനർജി നമ്മുടെ സൈഡിലോട്ട് വരും. ഇല്ലേ? അതെ. ദൃഷ്ടിദോഷത്തിൽ എനിക്കൊരു പോയിന്റ് പറയാനുള്ളത്, കാർത്തികിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പം അച്ഛൻ ഇങ്ങനെ വീട് പണി നടക്കുന്നിടത്ത് നിൽക്കുന്നു. അപ്പോൾ കാർത്തികിൻ്റെ അച്ഛ പണി ഇവിടം വരെ എന്നൊക്കെ പറയുമ്പോൾ മക്കളെ പിന്നെ ഈ ഒരു കണ്ണേറ് കൊണ്ട് നമുക്ക് മുമ്പ് ഇതുപോലെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, എനിക്ക് ദൃഷ്ടിദോഷം വന്നു, എനിക്ക് എന്തൊക്കെയോ പറ്റിയെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പറയുന്നുണ്ട്. അതായത് നമ്മളതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇങ്ങനെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടാൽ എനിക്കത് ദൃഷ്ടിദോഷം വരും എന്ന് വിശ്വസിച്ചാൽ വരും. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് എൻ്റെ മാസ വരുമാനം ഇത്രയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്നതൊക്കെ എല്ലാം പറയും. ബട്ട് ഐ ഡോണ്ട് ബിലീവ് ഇൻ ദിസ് ദൃഷ്ടിദോഷം. എനിക്കതിനകത്ത് വിശ്വാസമില്ല. ആ ചിന്ത വരും, ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് പറയും, നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്തു വെച്ച് ഒരാളെ നശിപ്പിക്കാനാണെങ്കിൽ ഇന്ത്യൻ പട്ടാളത്തിന് പാകിസ്ഥാൻ പട്ടാളത്തിന് വല്ലതും ചെയ്തു വെച്ച് നശിപ്പിച്ച പോലെ ഇതിൻ്റെ വല്ല പാടും ഒരു മുട്ട കുഴിച്ചിട്ടാ അല്ലേ? അപ്പോൾ എന്തെങ്കിലും ചെയ്തങ്ങ് നശിപ്പിച്ചു. പക്ഷേ അങ്ങനൊന്നും ഒരു കണ്ണേറ് കൊണ്ടോ ഒരു ദൃഷ്ടിദോഷം കൊണ്ടോ ഇങ്ങനെ ശത്രു സംഹാര പൂജകളുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ആർക്കും ആരെയും നശിപ്പിക്കാൻ പറ്റും. നമ്മളതിൽ വിശ്വസിക്കരുത്. ഇനിയാണേലും കാർത്തിക് മനസ്സിൽ വിശ്വസിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ആര് വിചാരിച്ചാലും എന്നെ തളർത്താൻ പറ്റില്ല. ഞാൻ മുമ്പോട്ട് തന്നെ പോകും. ഇത് മനസ്സിൽ മാറ്റി പറയണം. എവിടേക്കോ മൈൻഡിൽ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് വിശ്വാസം കിടപ്പുണ്ട്. അത് എന്താണെന്നറിയാവോ, എന്ത് നല്ല നമ്മൾ അങ്ങനെ ഇട്ടാലുവേ അടുത്ത ദിവസം എന്തെങ്കിലും സംഭവിക്കും. അത് എന്നോ ഒരു പ്രാവശ്യം സംഭവിച്ചപ്പോൾ താങ്കൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു, ഇങ്ങനെ നടക്കും. അവിടെ ഒരു ബിലീഫ് വന്നു. നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് ലോ ഓഫ് അട്രാക്ഷൻ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും നിങ്ങൾ രണ്ടുപേരുടെ കറങ്ങാൻ പോയി, അപ്പോൾ നിങ്ങൾ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ദൈവമേ ഇനി ദൃഷ്ടിദോഷം വരുമോ എന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ വൈകുന്നേരം വർഷയ്ക്ക് എന്തെങ്കിലും ഒന്ന് വയ്യാതാവുന്നത്. ഒരു എക്സാമ്പിൾ. അപ്പോൾ ഉടനെ ചിന്തിക്കും, അയ്യോ കൊച്ചിന് വയ്യാതെ ഇങ്ങനെ ഫോട്ടോ ഇടണ്ടായിരുന്നു. അവിടെ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു, അത് നടന്നു. അടുത്ത പ്രാവശ്യം ഇടുമ്പോൾ നമ്മൾ വീണ്ടും ചിന്തിക്കും, വരുമോ. നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നതാണ് ഇത്. അതുകൊണ്ട് ഇനി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ദൃഷ്ടിദോഷത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, അതൊന്നുമില്ല, എനിക്കെല്ലാം അനുകൂലമായിട്ട് വരുമെന്ന് നേരത്തെ ചിന്തിച്ചതിനേക്കാൾ കൂടുതൽ ചിന്തിക്കുമ്പോഴേ അതിൽ മാറ്റം വരുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഇതിലൊന്നും ഇല്ലെങ്കിൽ അത് ഭയങ്കര അപകടം വിളിച്ചു വരുത്തും. എന്താണെന്നറിയാമോ, ഇപ്പോൾ ഒരു നല്ല കാര്യം വരുമ്പോൾ മനസ്സെപ്പോഴും അയ്യോ ഇത് ഇട്ട് എന്തേലും വരുമോ, ഇത് അട്രാക്റ്റ് ചെയ്യും. മേ ബി അച്ഛനും കാർത്തിക അമ്മ ഇതൊക്കെ എല്ലാവരും ചിന്തിക്കുമ്പോൾ അത്രയും പവറുണ്ട്. അതാണ് നമ്മുടെ പവർ ഓഫ് തോട്ട്സ് എന്ന് പറയുന്നത്. എപ്പോഴും പറയില്ലേ, വേണ്ടതേ ചിന്തിക്കാവൂ, ഒന്നും നമ്മളെ എഫക്റ്റ് ചെയ്യത്തില്ല. ദൃഷ്ടിദോഷം എന്ന് പറയുന്നൊരു കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. എല്ലാം എനിക്ക് അനുകൂലമായിട്ട് വരും, എല്ലാം നല്ലതേ വരൂ എന്ന് മാറി ചിന്തിക്കണം. നിരന്തരം മാറി ചിന്തിക്കുമ്പോൾ അതേ വരത്തുള്ളൂ. ഇത് ഞാൻ തീർച്ചയായിട്ടും ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും ചെയ്തു നോക്കും. ഒരു പിടി പിടിച്ചു നോക്കാം. കാരണം ഞങ്ങള് എപ്പോൾ ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോ വീഡിയോ എന്തെങ്കിലും വന്നാലും 2 ദിവസത്തിന് ഉള്ളിൽ എന്തെങ്കിലും അടി ഉറപ്പാണ്. അപ്പൊ ഇനി ഫോട്ടോ ഇടണ്ട ഓക്കെ, പിന്നെ നോർമലായിട്ട് പോകും. അത് ഇടണമെന്ന് ചേട്ടൻ പറയാണ്, ഞങ്ങൾ ഫാൻസ് അസോസിയേഷനാണ്, നിങ്ങൾ 4 ഫോട്ടോ വീതം ഡെയിലി ഇടണമെന്ന്. അല്ല, അത് നിരന്തരം ചിന്തിക്കണം കേട്ടോ. ഒരു പ്രാവശ്യം ചിന്തിച്ച് നോക്കിയിട്ട് വീണ്ടും അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇന്ന് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയരുത്. നേരത്തെ ചിന്തിച്ച ചിന്തയേക്കാൾ കൂടുതൽ പോസിറ്റീവ് ചിന്തിക്കുമ്പോഴേ അതിന് മാറ്റം വരുള്ളൂ. തീർച്ചയായിട്ടും മാറ്റം വരും. ട്രൈ ചെയ്യുന്നു. ഞാൻ ചിന്തിക്കാൻ ഞാൻ മിടുക്കനാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ചേച്ചി, ഇപ്പോൾ ഏറ്റവും വലിയ
മാനിഫെസ്റ്റേഷനുള്ള ക്രിറ്റിസിസം എന്തായിട്ടാണ് ചേച്ചിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? അതായത് ഇതൊക്കെ തട്ടിപ്പാണ്, ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല, ഇതൊന്നും നടക്കില്ല. അതായത് പക്ഷേ മാനിഫെസ്റ്റേഷനും അതിൻ്റെതായ ലിമിറ്റ്സ് ഇല്ലേ? മാനിഫെസ്റ്റേഷന് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 100% ബിലീഫോടെ, വിശ്വാസത്തോടെ ചെയ്താൽ അത് നടന്നിരിക്കും. നമുക്കിപ്പോൾ ഒരു മാറാരോഗം പോലെ എന്തെങ്കിലുമാണ് വരുന്നതെങ്കിൽ അത് നമുക്ക് മാനിഫെസ്റ്റേഷനിലൂടെ മാറ്റാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ ഹെൽത്ത് ഇഷ്യൂ ഡോക്ടേഴ്സ് എല്ലാം വിധി മനസ്സിലായി. പക്ഷെ അങ്ങനത്തെ രോഗങ്ങളല്ല. ഇപ്പോ ഒരു ആക്സിഡന്റിൽ ഒരു കൈ അറ്റുപോയ ആളാണ്, കൈ അറ്റുപോയ കൈ അത് പോയതാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ഇതിന് കുറെ അല്ല, ലിമിറ്റേഷൻ. ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പം നഷ്ടപ്പെട്ടൊരു കാര്യം നമുക്ക് വീണ്ടും വേണമെങ്കിൽ തുന്നിച്ചേർക്കാം, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുമെങ്കിൽ തുന്നിച്ചേർക്കാം. അല്ലാതെ നമുക്ക് പരിപൂർണ്ണ ആരോഗ്യം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും, എന്തുകൊണ്ട് പറ്റില്ല? എത്രയോ പേര് ക്യാൻസറിൻ്റെയൊക്കെ 4th സ്റ്റേജ് വന്നിട്ട് പോലും അവർ മനസ്സുകൊണ്ട് വിശ്വസിച്ച് പരിപൂർണ്ണ ആരോഗ്യത്തിൽ ജീവിക്കുന്നതായിട്ട് മനസ്സിൽ നിരന്തരം ചിന്തിച്ച് അവരെ നേടിയ കഥകൾ എത്രയോ പേരുടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഹെൽത്തൊക്കെ ഹീൽ ചെയ്യാൻ പറ്റും, എല്ലാ ഏരിയാസും നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഒരു ലിമിറ്റേഷൻ മാത്രമേ ഉള്ളൂ. അത് പറ്റില്ല എന്ന് ചിന്തിച്ചാൽ ഒരിക്കലും പറ്റില്ല, എന്നെ കൊണ്ട് പറ്റും എന്ന് ചിന്തിച്ചാൽ അത് നടക്കും. നിരന്തര ചിന്ത, ഒരു ദിവസത്തെ മാക്സിമം ചിന്തയും നമുക്ക് വേണ്ടതിനെക്കുറിച്ചാവണം. മിക്കവരും കൺമുന്നിൽ എന്ത് കാണുന്നു ആ നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അവരുടെ ലൈഫിൽ വലിയ മാറ്റമൊന്നും വരാത്തത്. അപ്പോൾ നമുക്ക് വേണ്ടതിനെപ്പറ്റി നിരന്തരം ചിന്തിക്കും. ഇപ്പോൾ ഒരു ഭിക്ഷക്കാരൻ തെരുവിലൂടെ ഭിക്ഷതുണ്ട്, അദ്ദേഹം ഭിക്ഷയാചി നടക്കണം. അപ്പോഴും മനസ്സിൽ അദ്ദേഹം ചിന്തിക്കുന്നത്, ഞാൻ ഭയങ്കര സമ്പന്നനായി വലിയൊരു കമ്പനിയുടെ ഓണറായി ഒരു ബെൻസ് കാറിൽ ചാരിക്കിടന്ന് അദ്ദേഹം യാത്ര ചെയ്യുന്നതായിട്ട് നിരന്തരം അദ്ദേഹം മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു വഴി തെളിയും. ചിലപ്പോൾ ഒരു ലോട്ടറി അടിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് ആശയം വരെ എന്തെങ്കിലും ചെയ്ത് അദ്ദേഹം ആ ലെവലിലേക്ക് എത്തി തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും ചിന്തിക്കുന്നത്, ഞാൻ എങ്ങനെ ഇവിടെ എത്തി? ഇപ്പം ഞാൻ ഇന്ന് ജീവിക്കുന്ന ഈ ജീവിതം ഞാൻ മാനിഫെസ്റ്റ് ചെയ്തെടുത്ത. കാരണം എൻ്റെ അച്ഛനൊരു ഓട്ടോ ഡ്രൈവറായിരുന്നു, അമ്മ തയ്യൽ തൊഴിലാളിയായിരുന്നു. വീട്ടിൽ വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ദാരിദ്ര്യവും ആ ഒരു മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ട്, അല്ലാതെ ഒരു ഇതുമില്ല. അപ്പോൾ എല്ലാവരും പറയുന്നത് സമ്പത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഭാഗ്യം കൊണ്ടേ ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് ഈ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മുടെ മനസ്സിലാണ് ആദ്യം സമ്പത്ത് വരേണ്ടത്. അപ്പം ഞാൻ മനസ്സിൽ നിരന്തരം അതിസമ്പന്നനാകുന്നതും ഈ ലക്ഷറി കാറ് വാങ്ങിക്കുന്നതും വലിയ വീട് വെക്കുന്നതും നമ്മൾ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നു, ഇപ്പോൾ 6 രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം മനസ്സിലിങ്ങനെ നിരന്തരം കണ്ട് നേരത്തെ പറഞ്ഞില്ലേ BMW മനസ്സിലങ്ങ് പതിപ്പിച്ചു, അതുപോലെ ഇതിനെ അങ്ങ് ഞാൻ പതിപ്പിച്ച് ഈ ലൈഫ് പതിപ്പിച്ച് കഴിയുമ്പോൾ ഇത് നേടാൻ സഹായിക്കുന്ന വ്യക്തികളും സാഹചര്യങ്ങളും നമ്മളിലേക്ക് കണക്റ്റായി നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തും. അങ്ങനെയാണ് നേടിയത്. പുറമേ നിൽക്കുന്നവർ പറയും, അയ്യോ അവൾക്ക് സമയം തെളിഞ്ഞു, അവളുടെ ജാതകത്തിൽ നല്ല സമയം തെളിഞ്ഞു, അവൾ രക്ഷപ്പെട്ടു. ഒരു ഇതുമല്ല. ഞാൻ ജ്യോത്സ്യനെ മുന്നേ കാണാൻ പോയപ്പോൾ, ജ്യോത്സ്യൻ 5 വർഷങ്ങൾക്ക് മുമ്പാണ്. ജ്യോത്സ്യത്തിലൊക്കെ വിശ്വാസമുണ്ടോ ചേച്ചി? ജ്യോത്സ്യത്തിൽ ഞാൻ വിശ്വസിച്ചിരുന്നു 5 വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്നു. കാര്യം എൻ്റെ ലൈഫിലൊരു കഷ്ടത വന്ന സമയത്ത് ഞാൻ ജ്യോത്സ്യനെ പോയി കണ്ടപ്പോൾ ജ്യോത്സ്യൻ ആ ഇത് നോക്കിയിട്ട് പറഞ്ഞത്, ജാതകം നോക്കിയിട്ട് പറഞ്ഞു, അടുത്തൊരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര കഷ്ടകാലമാണ്, നിങ്ങൾക്ക് വലിയ ഒരു ഹെൽത്ത് ഇഷ്യൂ വരാൻ പോകുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടാം. അന്നേരം ഞാൻ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്ത് ജോലി നഷ്ടപ്പെടാൻ പോകുന്നു. ഇത്രയും ഈശ്വരാധീനം ഇല്ലാത്തൊരു ജാതകം എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാ മനുഷ്യൻ പറഞ്ഞത്. വളരെ പോസിറ്റിവിറ്റി തുളുമ്പുന്ന ഒരു ജ്യോത്സ്യൻ. പുള്ളി എന്തെങ്കിലും പോയി കാണണം എനിക്ക്. പക്ഷേ ഒരു കാര്യമുണ്ട്, അങ്ങനെ അദ്ദേഹം ഇത് പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നറിയോ? നമ്മൾ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുമ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും, ഇദ്ദേഹം പറയുന്ന എല്ലാം മനസ്സിലോട്ട് അങ്ങ് കയറും. അപ്പം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എനിക്ക് എന്ത് ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കും വരുന്നത്, എനിക്ക് ജോലി പോവോ, എങ്ങനെ പോവും? നിരന്തരം എന്ത് ചിന്തിക്കുന്നോ അതിനെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നല്ലേ ആകർഷണ നിയമം പറയുന്നത്. ഞാൻ ശരിക്കും രണ്ടും അട്രാക്റ്റ് ചെയ്തു. സാധാരണ ഒരാൾ എന്ത് വിചാരിക്കും, ജ്യോത്സ്യം പറഞ്ഞാച്ചിട്ട്. പക്ഷേ ഇവിടെ ഇത് ചിന്തിച്ചിട്ടാണ് ഞാനിത് എൻ്റെ ലൈഫിലേക്ക് ക്ഷണിച്ചത്. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നത്. ഞാൻ എൻ്റെ ചിന്ത മാറ്റിയപ്പോൾ ആ വർഷം ഒരു ഈശ്വരാധീനം 1% പോലും ഇല്ല എന്ന് പറഞ്ഞ ആ വർഷം എൻ്റെ ലൈഫിലെ ഏറ്റവും സക്സസ്ഫുൾ ഇയറിലൊന്നായി മാറി. അവിടെ നിന്നാണ് എൻ്റെ ഈ വെച്ചടി കയറ്റം തുടങ്ങിയത്. അപ്പം ഞാനൊരു കാര്യം മനസ്സിലാക്കി, ഞാൻ ജ്യോത്സ്യം തെറ്റാണെന്നോ ജ്യോത്സ്യൻ മോശമാണെന്നോ അല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ജ്യോത്സ്യൻ ഒരു മനുഷ്യൻ അടുത്ത് വന്നിരിക്കുന്നവനോട് നല്ലത് പറഞ്ഞു കൊടുക്കുക. ഒരു കഷ്ടകാലമാണെങ്കിലും ഗജകേസരി യോഗം. അപ്പോൾ കാർത്തികിനോട് പറയാം, ഗജകേസരി അടുത്ത 5 വർഷം പിടിച്ചാൽ കിട്ടത്തില്ല മക്കളെ എന്നാണ് എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ
നമ്മൾ എന്ത് ചിന്തിക്കും, ഷോ എനിക്ക് എന്തായിരിക്കും വരാൻ പോകുന്നത്, ഇനി എനിക്ക് സിനിമയിൽ ഓപ്പർച്യൂണിറ്റി, എനിക്ക് അത് വരും, അല്ലെങ്കിൽ എനിക്ക് ബിസിനസ് സക്സസ്, നമ്മളിങ്ങനെ നിരന്തരം ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ അവസരങ്ങൾ ഇങ്ങനെ നമ്മളിലോട്ട് വന്ന് അവിടെ നമ്മൾ എത്തി നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് ഇനി ആര് വന്നാലും ഈ മോശമെന്ന് പറഞ്ഞു കൊടുക്കാതെ നല്ലത് പറഞ്ഞു കൊടുത്താൽ അവർ രക്ഷപ്പെടട്ടെ. അപ്പോൾ അതുകൊണ്ട് ജ്യോത്സ്യന്മാർ അങ്ങനെ പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ യെസ്, തീർച്ചയായിട്ടും ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു പോസിറ്റിവിറ്റി ഉള്ള ജ്യോത്സ്യന്മാരുടെ മാർക്കറ്റ് കൂടാൻ പോവുകയാണ്. ഒരിക്കലും ഞാൻ ജ്യോത്സ്യത്തിന് എതിരല്ല, പക്ഷെ നല്ലത് പറഞ്ഞു കൊടുക്കുക. കാര്യം മനസ്സിലേക്ക് നെഗറ്റീവ് ഇട്ട് അല്ല, കൊടുത്താൽ അതുണ്ട് കേട്ടോ. നമ്മൾ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ആദ്യമായിരിക്കും, പിന്നില്ലേ. അയ്യോ ഇനി അങ്ങനെ സംഭവിക്കൂ, എന്നാൽ ഈ സംഭവിക്കുമോ എന്നുള്ള തോട്ട് ഉള്ളിൽ കിടന്ന് ഈ ഇടയ്ക്ക് എൻ്റെ ജിമ്മിൽ ഒരു പയ്യൻ പറഞ്ഞു, ടീച്ചറെ ഇത്തിരി പ്രശ്നത്തില്ല, വീട്ടിൽ അമ്മ പോയി നോക്കിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെ അതായത് ഭർത്താവിൻ്റെ ബിസിനസ് പൊളിയാൻ വേണ്ടി ആരോ കൂടോത്രം ചെയ്ത് വച്ചിട്ടുണ്ട്. ഇവരുടെ മനസ്സിൽ ആ തോട്ട് ഇട്ട് കൊടുത്തു. ഇവരെപ്പോഴും എന്തുമായിരിക്കും ചിന്തിക്കുന്നത്, അപ്പുറത്തെ വീട്ടിലെ സുശീലായിരിക്കും, ഇപ്പുറത്തെ വീട്ടിലെ ഗോമതി ആയിരിക്കും, ആരായിരിക്കും ചെയ്ത്, ഇവർക്ക് പണ്ടേ എന്നോട് അസുഖമുണ്ട്. ഇവർ ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കില്ല. അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോവും, ഇവരെ ലൈഫ് കൊഞ്ഞാട്ടെ, ബിസിനസ്. അതുകൊണ്ടാണ് എൻ്റെ ബിസിനസ് വളരാത്ത നിരന്തരം ചിന്തിക്കും. ബിസിനസ് താഴ്ത്തും ലൈഫിൽ മൊത്തം പ്രശ്നം അട്രാക്റ്റീവ്. ഇവർ വീണ്ടും ആ ജ്യോത്സ്യൻ്റെ അടുത്ത് ചെല്ലും, ജ്യോത്സ്യം പൈസ മേടിക്കും, ആ പൂജ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവരുടെ ബിസിനസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് ഒരിത് നടക്കുന്നത്. അപ്പോഴെപ്പോഴും ഈ സത്യം പറഞ്ഞ ആരും എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ച് അങ്ങ് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഈ മറ്റുള്ളവരുടെ ഭാവി പ്രവചിക്കുന്ന ജ്യോത്സ്യന് ഇതെല്ലാം സ്വന്തം ഭാവിയിലും അപ്ലൈ ചെയ്യാമല്ലോ, അവർക്കും സൂപ്പർ സക്സസ്ഫുൾ ആകാൻ പറ്റുമല്ലോ. അപ്പോൾ ശരിക്കും ഞാൻ പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാം, അവരും ഇതൊക്കെ അപ്ലൈ ചെയ്യുക, എല്ലാവരും സക്സസ്ഫുൾ ആകട്ടെ. അല്ല, സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസോസിയേറ്റ് ആയിരുന്നു, ഒരു അക്വൈൻറ്റൻസ് ആയിരുന്നു. ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ലൈഫ് സ്റ്റേജ് കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടാണ്. ഫാമിലി, ഒരു ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പർ ആശുപത്രിയിലാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ കടം, പൈസയ്ക്ക് ടൈറ്റ്, വർക്കിന് പോകാൻ പറ്റുന്നില്ല. അവൻ്റെ ലൈഫിലെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ നിൽക്കുകയാണ്. അപ്പോൾ അവ എന്നെ വിളിച്ചപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു, സമാധാനിപ്പിച്ചു, എടാ എല്ലാം റെഡിയാവും. പക്ഷെ അങ്ങനത്തെ ഒരു സ്റ്റേജ് നിൽക്കുന്ന ആൾക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും? അതായത് ആ വ്യക്തി നിരന്തരം അദ്ദേഹത്തിൻ്റെ കറണ്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുക. എൻ്റെ ലൈഫിൽ ഇങ്ങനെ പ്രശ്നങ്ങളാണ്, നിരന്തരം അത് തന്നെ ചിന്തിക്കുമ്പോൾ ആസ് പെർ ലോ ഓഫ് അട്രാക്ഷൻ അതുപോലുള്ള സിറ്റുവേഷനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ദുരിതവും ദുഃഖവും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒഴിയാത്തത് ഈ നെഗറ്റീവ് തിങ്കിങ് കാരണം. ലൈഫിലുള്ള പ്രശ്നങ്ങളെപ്പറ്റി അല്ലെ പണ്ട് സംഭവിച്ചു കഴിഞ്ഞ പ്രശ്നങ്ങളെപ്പറ്റി എപ്പോഴും അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും, അത് തന്നെ പാടിക്കൊണ്ടിരിക്കും. ഇപ്പം നെഗറ്റീവായിട്ടുള്ള ഒരാളാണ് കാർത്തികിൻ്റെ അടുത്ത് വരുന്നതെങ്കിൽ, എൻ്റെ ലൈഫിൽ ഇന്ന പ്രശ്നമുണ്ട്, അതാണിത്, എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ എന്ത് പറയും, അവരുടെ ലൈഫ് ഭയങ്കര സക്സസ്ഫുൾ, ഇനി അടുത്ത ഇന്ന ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, ഇങ്ങനെ അവരെപ്പോഴും അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം ആ ഒരു ശുഭാപ്തി വിശ്വാസം കാണും. അപ്പോൾ ലൈഫിൽ എത്ര മോശം സിറ്റുവേഷൻ ആണെങ്കിലും അതിലേക്ക് ഫോക്കസ് കൊടുക്കാതെ വേണ്ടതെന്തോ അത് ചിന്തിക്കുക. അവരുടെ ഈ പ്രോബ്ലംസ് എല്ലാം സോൾവായി അവർ സൂപ്പർ സക്സസ്ഫുള്ളായിട്ട് ജീവിക്കുന്നതായിട്ട് നിരന്തരം ചിന്തിച്ചാൽ ഈ ലോകത്ത് ആർക്കും അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. അതാണ് പവർ ഓഫ് യുവർ മൈൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിന് അപാരമായിട്ടുള്ള ശക്തിയാണ്. നമ്മൾ എന്താഗ്രഹിച്ചാലും നമുക്കതിലേക്ക് എത്താൻ പറ്റും. എത്ര പാവപ്പെട്ടവനാണെങ്കിലും എത്ര ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണെങ്കിലും ആൾ ആഗ്രഹിക്കുന്ന ആ സക്സസ്സിലേക്ക് ഏതൊരു വ്യക്തിക്കും എത്താൻ പറ്റും. പക്ഷേ അവർക്കറിയില്ല. നമ്മൾ പറയില്ല, ഈ കസ്തൂരിമാൻ അതിൻ്റെ നാഭിയിൽ കസ്തൂരി വെച്ചിട്ട് ഇങ്ങനെ ഈ സുഗന്ധം എവിടുന്നാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്ന പോലെ മനുഷ്യന് അപാരമായിട്ടുള്ള ശക്തിയുണ്ട്. ഈ ആനയ്ക്ക് അതിൻ്റെ വലിപ്പം അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ പോലെ നമ്മൾ മനുഷ്യർ സ്വന്തം കഴിവ്, ഇപ്പം ഞാനും എൻ്റെ ഫുൾ കഴിവൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഇതൊന്നുമല്ല നമ്മുടെ പൊട്ടൻഷ്യൽ. ഇത് ഫുൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ നേടേണ്ടത്? ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്നമാവണം, ഇലോൺ മസ്കിനെ തോപ്പിച്ച് അവിടെ എത്തണം. ഇറ്റ്സ് പോസിബിൾ. പക്ഷേ നമ്മുടെ മനസ്സ് എപ്പോഴും വേണ്ടാത്ത നെഗറ്റീവിലോട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോകും. നമ്മളിങ്ങനെ രാവിലെ പോസിറ്റീവായിട്ട് ഇന്നത്തെ ദിവസം അടിച്ച് പൊളിക്കണം, തകർക്കണം എന്ന് ഹൈ എനർജിയിലായിരിക്കും. ഓർമ്മിപ്പിക്കും, നിൻ്റെ ലൈഫിൽ കഴിഞ്ഞ ആഴ്ച ഈ പ്രശ്നം ഉണ്ടായി, അവരത് പറഞ്ഞു ഇത് പറഞ്ഞു. അതോടെ നമ്മളിലെ നെഗറ്റീവും ചിന്തിച്ച് ഗോളിന് പുറകെ പോകത്തില്ല, ഈ വേണ്ടാത്തതിന് പുറകെ പോകും. അപ്പോൾ നമ്മുടെ മനസ്സ് അങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. നെഗറ്റിവിറ്റിയിലോട്ട് മനസ്സിനൊരു ചായ്വുണ്ട്. നേരത്തെ പറഞ്ഞില്ല, ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയും ഒന്നും ഇല്ലാത്തതിൻ്റെ കാരണം ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ മനസ്സിനകത്തുള്ള ആ നെഗറ്റിവിറ്റി, അവരെപ്പോഴും ആ കഴിഞ്ഞു പോയ കാലത്തിലെ നെഗറ്റീവും ഇപ്പോൾ ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഇത് തന്നെ ചിന്തിച്ച് സോഷ്യൽ മീഡിയയിൽ കയറി എന്താ കാണുന്നത്, ഉള്ള നെഗറ്റിവിറ്റി മൊത്തം കണ്ട് 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 നെഗറ്റീവ് ചിന്തിച്ച് നെഗറ്റിവിറ്റിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് നെഗറ്റീവ് ലൈഫേ കിട്ടും. നമ്മൾ പോസിറ്റിവിറ്റിയിലേക്ക് എത്തി വേണ്ടതിലേക്ക് മാത്രം ഫോക്കസ് കൊടുത്ത് അതൊരു ചിട്ടയായ ജീവിത രീതിയാണ്. അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ ഭാഗം ഇത്രയും ഞാൻ കട്ട് ചെയ്ത് അവന് കൊടുക്കും, തീർച്ചയായിട്ടും എന്നിട്ട് യൂസ് ചെയ്യാൻ പറയും. യെസ്,
കാരണം ജെനുവിനായിട്ട് അവൻ ഒന്ന് ബെറ്റർ ആവണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ആ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും. മൈൻഡ് സെറ്റ് മാറ്റുന്നത് ഇറ്റ്സ് എ ഹോൾ ഡിഫറെന്റ് ഒരു തിങ്. കാര്യം അവര് ചെയ്യൂ, തന്നെ നമ്മുടെ ഒരു ചിന്തിക്കണം. സിൽവർ ക്ലാസ് 1 മാസത്തെ അതിന് ഒരു പ്രാവശ്യം ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ. ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ മൈൻഡ്, ആൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരൊറ്റ ക്ലാസ് മതി, ആള് രക്ഷപ്പെട്ടിരിക്കും. ഓക്കെ, അത് ഞാൻ അവന് സ്പോൺസർ ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ അതെന്തായാലും ഞാൻ ചെയ്യാം കേട്ടോ. അത് ഓക്കെ, അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഒരു ജൂലൈയിൽ അടുത്തൊരു ബാച്ച് വരുന്നുണ്ട്. വരുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെ മന്ത്ലി ഓരോ ബാച്ച് മന്ത്ലി ബാച്ചാണ്. ഇപ്പോൾ ജൂൺ ബാച്ച് റണ്ണിങ് ആണ്. ഇനി ഒരു ജൂലൈയിൽ ബാച്ചിൽ എത്ര പേര്? നമുക്ക് ഇപ്പോൾ ഒരു ബാച്ചിൽ ഉച്ചയ്ക്ക് 1 മണിക്കുള്ളൊരു ബാച്ചുണ്ട്, രാത്രി 9 മണിക്കുള്ളൊരു ബാച്ചുണ്ട്. ഇപ്പൊ നമുക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ടും നമ്മുടെ ഒരു ഓൾമോസ്റ്റ് എല്ലാ ചോദ്യത്തിനുള്ള സൊല്യൂഷൻ ആ ക്ലാസ്സിൽ നിന്ന് തന്നെ കിട്ടും. ഇപ്പോൾ ഓരോരുത്തർ ചോദിക്കാനിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കും ഞാൻ നാളെ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. പിന്നെ മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചർച്ച ചെയ്ത് അങ്ങനെ പോകുമ്പോൾ തന്നെ അവർക്ക് ആൻസർ കിട്ടും. പിന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കണക്ട് ആണ്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംശയങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ അങ്ങ് പോകും. പിന്നെ നമുക്ക് വരുന്നത് ഗോൾഡ് ക്ലാസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അഡ്വാൻസ് ലെവലാണ്. പ്ലാറ്റിനത്തിലേക്ക് വരുമ്പോഴാണ് പിന്നെ അവർക്ക് ലൈഫ് ടൈം മെൻറ്റർഷിപ്പാണ് എൻ്റെ. അവർക്ക് എപ്പോഴും നമ്മളെ വിളിക്കാൻ, ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും വിളിച്ച് സംസാരിച്ച് അപ്പം തന്നെ സൊല്യൂഷനും. പിന്നെ പ്ലാറ്റിനത്തിന് ഒരുപാട് അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ പറയുന്ന സിൽവറും ഗോൾഡും ഒക്കെ ലൈഫ് ടൈം, പിന്നെ പ്ലാറ്റിനത്തിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ ലൈഫ് ടൈം കൊടുക്കുന്നുണ്ട്. അപ്പം അത് ഒരു ജീവിതകാലം മൊത്തം നമുക്കൊരു മെൻറ്റർ കൂടെയുണ്ട്. ഇപ്പോൾ ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ്, അവർക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ലൈഫിലൊരു പ്രശ്നം വരും, വേറെ ആരും ബന്ധുക്കളാരും കൂടെയില്ല, പെട്ടെന്ന് ജോലി പോയി, വിളിക്കും ടീച്ചറമ്മ ഇങ്ങനൊരു സിറ്റുവേഷൻ, മക്കൾ സമാധാനപ്പെടും. നമുക്കൊരു വാക്ക്, നമ്മൾ ആ എന്താ പറയുന്നത് അത്രയും ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു സമയത്ത് മക്കൾ സമാധാനപ്പെടും. ടീച്ചറമ്മയുണ്ട് കൂടെ, മക്കൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും, അവരൊക്കെ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നു. 2 ദിവസത്തിനകം അടുത്ത ജോലി മാനിഫെസ്റ്റ് ചെയ്യുന്നു, അവരവരുടെ കാര്യം നോക്കുന്നു. ടീച്ചർ അപ്പോൾ മോട്ടിവേഷൻ ലോകത്തെ സൂപ്പർ വുമൺ ആണല്ലേ? ഇസ്രായേലിൽ നിന്ന് കോള് വരുന്നു, ദാ എത്തി ഞാൻ. അത് മോട്ടിവേഷൻ എന്ന് ഞാൻ പറയില്ല. മോട്ടിവേഷൻ എന്ന് ലൈഫ് പറയുമ്പോൾ കോച്ചിങ് അല്ല, ട്രാൻസ്ഫർമേഷൻ. ഓ ഇപ്പം മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് കാർത്തികിനെ മോട്ടിവേറ്റ്, കാർത്തിക് യു ക്യാൻ ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം പറയാം. കാർത്തിക് ഉഷാറായി, കുറച്ചു നേരം കഴിയുമ്പോൾ പിന്നെ ഇല്ല, കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെ. പക്ഷേ ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആ നെഗറ്റിവിറ്റിയിൽ നിന്ന് കംപ്ലീറ്റ് നമ്മൾ പോസിറ്റീവിൽ കൊണ്ടുവന്ന് ആ വ്യക്തിക്ക് എന്തൊക്കെ ലൈഫിൽ അച്ചീവ് ചെയ്യണോ അതിനുള്ള A to Z കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ വ്യക്തിയുടെ ജീവിതം തന്നെ മാറ്റും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ ഭർത്താക്കന്മാരും ഭാര്യമാരെ കൊണ്ടുവന്ന് ക്ലാസ്സിൽ അവർ അറ്റൻഡ് ചെയ്യിക്കുമ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയുന്നതോടെ വീട്ടിലുള്ള ഭാര്യമാർ പോസിറ്റീവായി മാറുന്നു, എപ്പോഴും സന്തോഷം, 24 മണിക്കൂർ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന സ്ത്രീ ഇപ്പോൾ ആ പറച്ചിലില്ല, ആർക്കും ദോഷം ചെയ്യുന്നില്ല, എപ്പോഴും നല്ല സന്തോഷമായിട്ട്. കേട്ടോണ്ടിരിക്കുന്ന ചേട്ടന്മാരൊക്കെ എവിടെ എന്റെ പൾസ് എടാ. അപ്പോൾ അവര് പോസിറ്റീവായി മാറുന്നു, വീട്ടിൽ സ്വസ്ഥതയുണ്ട്, പിള്ളേർക്ക് സ്വസ്ഥത. പിള്ളേർ വന്ന് പറയും ടീച്ചറമ്മ, എൻ്റെ അമ്മ ടീച്ചറമ്മയുടെ ക്ലാസ്സിൽ കയറി ഭദ്രകാളിയെ പോലെ തുള്ളിക്കൊണ്ടിരുന്ന വ്യക്തി ഇന്ന് മഹാലക്ഷ്മിയെ പോലെ ചിരിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങളെ ഇപ്പം അടിക്കത്തില്ല, ഞങ്ങൾ വീട്ടിൽ കിടന്ന് ബഹളമില്ല. സ്വസ്ഥത ആദ്യം നമുക്ക് വേണ്ടത്, സ്വസ്ഥതയെ. ആരാ ഹസ്ബൻഡ് അടിച്ചോണ്ടിരുന്നത്? അവരുടെ കോണ്ടാക്ട് സമാധാനപ്രിയരാവുന്നു. ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ മെരുക്കാൻ പഠിച്ചവന് അവൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് മൈൻഡ്. മനസ്സിനെ മെരുക്കാൻ അറിഞ്ഞൂടാത്തവന് അവൻ്റെ ഏറ്റവും വേസ്റ്റ് ഫ്രണ്ടും മനസ്സാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ വീട് സ്വർഗ്ഗതുല്യം, വീട്ടിൽ സന്തോഷം, സമാധാനം. പല വീടുകളും നോക്കിക്കഴിഞ്ഞാൽ അടി ബഹളം, ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യതയില്ല, പിള്ളേർ പിന്നെ പഠിക്കുന്നില്ലെങ്കിൽ പ്രശ്നം, ടീനേജ് പ്രായത്തിലുള്ള പിള്ളേരുള്ള വീടാണെങ്കിൽ പിന്നെ പറയേണ്ട. മൊത്തം മാക്സിമം വീടുകളിലും കുറേയധികം പ്രശ്നങ്ങൾ പോകും. അതുപോലെ ഇവർക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവും, റിലേഷൻഷിപ്പിൽ പലരുമായിട്ട്, പ്രത്യേകിച്ചും സ്ത്രീകൾ കല്യാണം കഴിഞ്ഞ് ഒരുപാട് പ്രതീക്ഷയോടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്ന സ്ത്രീകൾ, അവിടെ വന്നിട്ട് ഇവർ ഒരുപാട് പ്രശ്നം, ചിലപ്പം മദർ ഇൻ ലോ ആകാം, ഫാദർ ഇൻ ലോ, ഭർത്താവിൻ്റെ ബന്ധുക്കളാണ്, ഒരുപാട് മെൻ്റൽ ടോർച്ചർ അനുഭവിച്ചവർ. ഇവർ ഈ മെൻ്റൽ പ്രഷറും കൊണ്ടാണ് നടക്കുന്നത്. അപ്പോഴായിരിക്കും പിള്ളേരെന്തെങ്കിലും, ഇവരിത് നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പിള്ളേരെന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുന്നത്, പിള്ളേരെ എടുത്തിട്ട് അടിക്കുന്നു, അത് പിന്നെ ഭർത്താവ് ഏറ്റുപിടിക്കുന്നു, വീട്ടിൽ അടിയായി ബഹളമായി. അപ്പം മനസ്സൊന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ, ഈ നെഗറ്റീവൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇവർ ക്ലിയറായി. പിന്നെ ഇവർക്ക് ഈ പറയുന്ന ദേഷ്യമില്ല, വളരെ ശാന്തതയിലേക്ക് എത്തുന്നു. നമ്മൾ പോസിറ്റീവായി കഴിയുമ്പോൾ നമ്മളെന്ന് പറയുന്നൊരു ഹ്യൂമൻ മാഗ്നറ്റ്, നമ്മളൊരു പോസിറ്റിവിറ്റിയുടെ ഒരു മാഗ്നറ്റായി കഴിയുമ്പോൾ, ഏറ്റവും പോസിറ്റിവിറ്റിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അവൻ ചിന്തിച്ചു വിടുന്ന കാര്യങ്ങൾ പോലും മാനിഫെസ്റ്റ്. ഈവൻ എനിക്കിപ്പോൾ ഒരു പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഒരു ആഗ്രഹം ഞാൻ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ മതി, ചിന്തിച്ചാൽ മതി, അത് നടത്തി തരാനുള്ള ആൾക്കാർ എൻ്റെ മുമ്പിലേക്ക് ഡയറക്റ്റ് വരികയാണ്.
ഈവൻ ഞാൻ കാർത്തികിൻ്റെ ഈ ഒരു ഇതിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതെങ്ങനെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ് എന്നിലേക്ക് വന്നു. ഇതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നടത്തിത്തരാൻ സഹായിക്കുന്ന വ്യക്തികളും സാഹചര്യങ്ങളും എല്ലാം നമ്മളിലേക്ക് വന്ന് നമ്മളവിടെ എത്തുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു വീട്ടമ്മ അവർ പോസിറ്റീവായി മാറുമ്പം അവരുടെ ഭർത്താവിന് ശാന്തിയായി, സമാധാനമായി, സന്തോഷം, പിള്ളേർ രക്ഷപ്പെട്ടു. അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് മാറുന്നതോടുകൂടി ഈ മണിയും റിലേഷൻഷിപ്പും ഇൻ്റർ കണക്റ്റഡാണ്. റിലേഷൻഷിപ്പിൽ പ്രശ്നം വന്നാൽ മണി ബ്ലോക്ക് വരും. പലർക്കും ബിസിനസ്സിലെ തകർച്ച, പല പ്രശ്നങ്ങൾ, ഇങ്ങനെ കടന്നു പോകുന്ന മനുഷ്യരുണ്ട്. അപ്പം മെയിനായിട്ട് ഇപ്പോൾ ബിസിനസ് കുറച്ച് പ്രശ്നത്തില്ല. ഇവർ ഏത് സമയം ചിന്തിക്കുന്നത് എൻ്റെ ബിസിനസ് വളരുന്നില്ല, ബിസിനസ് ഇപ്പോൾ നമ്മളടുത്തിൽ ചെയ്യും ബിസിനസ് എങ്ങനെ പോകുന്നു, കോവിഡിന് ശേഷം ബിസിനസ്സൊക്കെ ഭയങ്കര ഫ്ലോപ്പാടെ. മാക്സിമം പേരും ഇതേ പറയും. 10 പ്രാവശ്യം പറയുമ്പം ഇത് ഉപബോധ മനസ്സിലങ്ങ് നേരത്തെ പറഞ്ഞില്ലേ, ഉപബോധ മനസ്സിൽ ഞാൻ പോസിറ്റീവായി പതിപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ ഇതങ്ങ് പതിയും. ബിസിനസ് തകർന്നടിയും, പലരും ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കും. അവരറിയുന്നില്ല അവരുടെ ഈ ചിന്തകളാണ് അവരുടെ ഈ ബിസിനസ്സിനെ തകർത്തുന്നതും ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അവരറിയുന്നില്ല. തിരിച്ച് ബിസിനസ് പൊട്ടിപ്പാളിഷായി നിൽക്കുമ്പോഴും എൻ്റെ ബിസിനസ് അനുനിമിഷം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഒരുപാട് കസ്റ്റമേഴ്സ് എന്നിലേക്ക് വരുന്നു, എനിക്ക് പെർ ഡേ ഇത്ര കിട്ടുന്നു. നമ്മുടെ ക്ലാസ്സിൻ്റെ സക്സസ് സ്റ്റോറി എടുത്ത് നോക്കിയാൽ മതി. റെസ്റ്റോറൻ്റൊക്കെ നടത്തിക്കൊണ്ടിരുന്നവർ പൂട്ടിക്കെട്ടാൻ തുടങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞു കൊടുക്കുന്ന അഫർമേഷൻസും കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്ത് അവരുടെ റെസ്റ്റോറൻറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക, സീറ്റിൽ ആൾക്കാർ ഇരുന്ന് കഴിഞ്ഞാൽ ഇനി അടുത്ത ബാച്ച് വന്ന് ഇവർ ഇറങ്ങിയിട്ട് വേണം ഇരിക്കാൻ, അത്ര തിരക്ക്. ഇതെല്ലാം മൈൻഡിൻ്റെ പവറാണ്. നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തൊരു സ്റ്റുഡൻറ്റ്, ആൾക്ക് ഈ കാർ വാഷിൻ്റെ ബിസിനസ്സാണ്. അപ്പം ആ കുട്ടി എന്നോട് പറഞ്ഞ അഞ്ജലി എന്ന്, അതിൻ്റെ സക്സസ് സ്റ്റോറി നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അഞ്ജലി പറഞ്ഞെന്ന് വെച്ചാൽ കാർ വാഷിൻ്റെ അവരുടെ ആ സെൻറ്ററിലേക്ക് നോക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് കണ്ടുകൊണ്ടിരുന്നത്. ടീച്ചർമ്മ പറഞ്ഞിരുന്ന പ്രാക്ടീസുകൾ കറക്റ്റായിട്ട് ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ ഒരു കാറ് വരുന്നു, വാഷ് ചെയ്യുന്നു, പോകുന്നു, അടുത്ത കാറ് വരുന്നു, വാഷ് ചെയ്യുന്നു. ഇതാണ് CCTVയിലൂടെ വീട്ടിലിരിക്കുമ്പോൾ കാണാൻ പറ്റുന്ന ദൃശ്യം. അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ്. ദാറ്റ്സ് ദ പവർ ഓഫ് യുവർ മൈൻഡ്. നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കണോ, ഹെൽത്ത് ഇഷ്യൂ ക്ലിയർ ചെയ്യണോ, നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് പെർഫെക്റ്റ് ആക്കണോ, ജോലി മാനിഫെസ്റ്റ് ചെയ്യണോ, ബിസിനസ് സക്സസ്ഫുൾ ആക്കണോ, എന്തും, വീട്ടിലെ സന്തോഷം, സമാധാനം, അതാണ് ഞാൻ പറഞ്ഞത്, എന്തും പോസിബിളാണ്. ഇതെല്ലാം നമ്മുടെ മൈൻഡിന് അപാരമായിട്ടുള്ള ശക്തിയുണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നേരത്തെ പറഞ്ഞില്ലേ, കൺസിസ്റ്റൻസി ഇല്ലായ്മയാണ് ആളുകളുടെ പ്രശ്നം. നമ്മളിങ്ങനെ ഒരു ക്ലാസ് വെച്ചേക്കുമ്പോൾ അവിടെ പിടിച്ചിരുത്തി ഞാൻ ഈ 1ാം ക്ലാസ്സിലെ പിള്ളേരെ തറവറ എഴുതിക്കുന്ന പോലെ, ഇപ്പം നമ്മൾ പണ്ടൊക്കെ വെച്ചാൽ ട്രെയിനിങ് സെഷൻസ് ആയിരുന്നു. ഇപ്പോൾ ഒരു ഹോട്ടലിലൊക്കെ പോയാൽ നമ്മൾ 2 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, 4 ദിവസത്തെ ക്ലാസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ കോച്ചിങ് ഓൺലൈൻ സൂമിൽ വന്നിരിക്കുമ്പോൾ ഇവരെ കൊണ്ട് ഞാൻ ഇരുത്തി അഫർമേഷൻസ് എഴുതിക്കുന്നു, വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യിക്കുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, എവറിത്തിങ് നമ്മൾ ചെയ്യിക്കുകയാണ്. അപ്പോൾ ആ സൂമിലിരിക്കുന്ന എല്ലാവരും എനിക്കൊപ്പം ഡാൻസ് ചെയ്യുന്നു, ഈ പ്രാക്ടീസ് ചെയ്യുന്നു, മെഡിറ്റേഷൻ എല്ലാം ചെയ്ത് നമ്മളൊരാൾ പുഷ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ട്രാക്കിൽ പോകാൻ പറ്റും. അപ്പോൾ എല്ലാ ദിവസവും എനിക്കിപ്പോൾ ഈ പ്രാക്ടീസ് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരെ പോസിറ്റീവ് ട്രാക്കിലാണ്. കാർത്തിക് പറഞ്ഞു, കാർത്തികിന് ആ മോർണിംഗ് റൊട്ടീനുണ്ട്, അത് ചെയ്യാൻ താങ്കൾ ഇൻസ്പയർഡാണ്. പക്ഷേ ഇത് കറക്റ്റായിട്ട് നമ്മൾ എല്ലാ ദിവസവും ചെയ്യിക്കുമ്പോൾ, ചെയ്യിക്കേണ്ട കാര്യങ്ങൾ ഓരോ ദിവസം കറക്റ്റായിട്ട് ചെയ്യിക്കുമ്പോൾ ആളുകളുടെ ലൈഫിൽ മാറ്റം വരിക. അതുവരെയും കരഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ 24 മണിക്കൂർ സന്തോഷമായിരിക്കാൻ തുടങ്ങുന്നു. സന്തോഷമായിരിക്കുമ്പോൾ ആ പോസിറ്റിവിറ്റിയുടെ ഫലം കൊണ്ട് ഇവർ നല്ലത് ചിന്തിക്കുന്നതുകൊണ്ട് ഇവരുടെ ലൈഫ് മാറാൻ തുടങ്ങും. എല്ലാം നല്ലത് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ലൈഫ് മാറുന്നത്. അതെ, ഞാൻ വീട് സ്ട്രെസ് ചെയ്യുന്നു. ഈ മോർണിംഗ് നമ്മൾ എഴുന്നേക്കുന്നത് നമ്മുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ സഹായിക്കും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും ആക്റ്റീവ് ആകുന്ന 2 സമയങ്ങളുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ ഉടനെയുള്ള സമയം, രാത്രി ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയം. പലരും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് നെഗറ്റീവായിട്ടുള്ളതായിരിക്കും കണ്ട് 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 ഉറക്കത്തിലേക്ക് പോകും. രാവിലെ എഴുന്നേറ്റാലും ഇല്ല യുദ്ധം, അങ്ങനെയുള്ള നെഗറ്റീവ് ന്യൂസ് ഇവർ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നത് എന്താ? ലോകം ശരിയല്ല, എല്ലാം പണ്ടാറടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ലിറ്ററലി സോഷ്യൽ മീഡിയ നമുക്ക് ആദ്യം തരുന്ന സംഭവം. എന്നാൽ നമ്മൾ ആ സമയത്ത് കിടക്കുന്നതിന് മുന്നേ ഒരു ബുക്കാണ് വായിക്കുന്നതെങ്കിൽ നല്ല കാര്യങ്ങൾ മനസ്സിലേക്ക് കൊടുക്കാം. അതുപോലെ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ കൃത്യമായിട്ടുള്ള ഒരു മോർണിംഗ് റൊട്ടീൻ, അങ്ങനെ ഒരു മോർണിംഗ് റൊട്ടീൻ കൃത്യമായിട്ട്, ഈവനിങ് റൊട്ടീനും കറക്റ്റ് മോർണിംഗ് റൊട്ടീനും ഉണ്ട്. പകലും നമ്മുടെ ചിന്തകളിൽ ഫോക്കസ് ആയിരുന്നു കൊണ്ട് വേണ്ടതിനെപ്പറ്റി ചിന്തിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് ആകർഷിക്കാൻ പറ്റും. പലരും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഉയർച്ച കിട്ടുന്നില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാട്. ഈ നിരന്തര ചിന്തയാണ് അവരെ അപകടത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പോഡ്കാസ്റ്റ് കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, തോട്ട് പ്രോസസ്സ് ചേഞ്ച് ചെയ്യാം. നെഗറ്റീവ് തോട്ട് പ്രോസസ്സ്, ഈ യൂട്യൂബ് വീഡിയോയ്ക്കകത്തൊക്കെ വന്ന് നെഗറ്റീവ് എഴുതി കാർത്തിക് നീ അങ്ങനെ ഇങ്ങനെ, ഈ പറയുന്നവരെല്ലാം എന്താണ് ഈ നെഗറ്റിവിറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവരുടെ വിചാരം ഈ നെഗറ്റീവ് പറയുന്നത് നമ്മളൊക്കെ ഭയങ്കര മിടുക്കന്മാർ, അവനെ 2 കൊടുത്തു, എനിക്ക് സന്തോഷമായി.
പക്ഷേ ആ ചെയ്യുമ്പോൾ അവിടെ ഒരു കർമ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അല്ലേ? ഇപ്പം ഞാൻ അങ്ങനെ ഒരു കർമ്മം ചെയ്താൽ അതിൻ്റെ ഫലം എന്നിലേക്ക് വരാതിരിക്കും. അപ്പോൾ നമ്മൾ ഒരാളെ നോയിപ്പിക്കുകയാണെങ്കിൽ കറക്റ്റ് അത് അതങ്ങനെ തന്നെ ആർക്കും കിടക്കുക. ചെയ്യാതിരിക്കുക. നമ്മൾ അതൊക്കെ നെഗറ്റിവിറ്റിയാണ്. ആ നെഗറ്റിവിറ്റിയിൽ നിന്ന് മാറി ഒരു മനുഷ്യൻ പോസിറ്റീവിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ലൈഫിൽ രക്ഷപ്പെട്ടു. അതാണ്. അതെ, പൊതുവേ നമ്മുടെ നാട്ടിലുള്ള മെജോറിറ്റി ആൾക്കാർക്കും ഈ ക്രിട്ടിക്കലായിട്ടുള്ള തിങ്കിങ് ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ഒരു 100 വട്ടം ആലോചിക്കും. ഉം. അത് പോസിറ്റീവുമാണ് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ. അവരിതിനെക്കുറിച്ച് ഇത്രയും ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഓവർ ക്രിട്ടിക്കൽ ആവുമ്പോഴാണ് പ്രശ്നങ്ങളാണ്. പ്രശ്നം വരുന്നത്. കാരണം നമുക്ക് ഒന്നിലും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് കാര്യം എടുത്താലും നമ്മൾ ഡൗട്ട്ഫുൾ ആയിരിക്കും. അതെ. ചിലപ്പോൾ ഒരു ചെറിയ ബിസിനസ് തുടങ്ങണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളായിരിക്കും. ഉം. പക്ഷേ ആൾക്കാർ പറഞ്ഞ് പേടിപ്പിച്ചത് കാരണം അവർക്ക് അതിനകത്തോട്ട് ഇറങ്ങാൻ, ബിസിനസ് തുടങ്ങിയവരൊക്കെ ജീവിതത്തിൽ 90% ആൾക്കാർ മുടിഞ്ഞു പോയിട്ടുള്ളടാ. അയ്യോ, കറക്റ്റ് പേടിച്ചു പോവും. കറക്റ്റ്. അത് ഈ നമ്മുടെ സർക്കിൾ ഒരു വലിയ ചുറ്റുപാട് 100% ട്രൂ. ഒരു പ്രധാന ഘടകമാണ്. അതെ. കാരണം നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയാലും നെഗറ്റീവ് പറയുന്ന ആൾക്കാർ, നമ്മളെ പിറകോട്ട് വലിക്കുന്ന ആൾക്കാർ, ഉള്ള ആത്മവിശ്വാസം കൂടെ തല്ലിക്കെടുക്കുന്ന ആൾക്കാർ, ഞാൻ പറയും നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ ഓടി രക്ഷപ്പെട്ടോളാൻ. കാര്യം ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് നമ്മൾ സഹകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പോസിറ്റിവിറ്റി പോകും. നമ്മൾ ആരുമായിട്ട് സഹകരിക്കുന്നു. ഇഫ് യു ആർ എമംഗ് 5 billionaires, യു ആർ ദ 6th one. ആൻഡ് ഇഫ് യു ആർ എമംഗ് 5 idiots, യു ആർ ദ 6th one. സിമ്പിൾ. അതെ, അല്ല, അത് ട്രൂ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നെഗറ്റീവ് തോട്ട് പ്രോസസ്സിൽ എപ്പോഴും സംസാരിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ആൾക്കാരുടെ കൂടെ നിന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും വാക്കുകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. തീർച്ചയായിട്ടും. അത് അത് നടക്കൂലടാ, നമ്മൾ അത് നമ്മുടെ മനസ്സിലോട്ട് കയറി സ്പോട്ടിൽ കയറുക, നമ്മൾ പോലും അറിയുന്നില്ല. നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ടൊരു ഐഡിയ കൊണ്ട് ചെല്ലുകയായിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ആദ്യത്തെ വാക്ക് വായിന്ന് വരുന്നത് ഇതൊക്കെ നടക്കൂടെ, ഇതൊക്കെ ഭയങ്കര റിസ്ക്കാണ്, നടക്കൂടെ, റിസ്ക്കാണ്, വേണോടെ, തീർന്നു, നമ്മൾ പൂട്ടി കെട്ടി പെട്ടി വെച്ച്. എന്നാൽ മറിച്ച് അത് കേട്ടിട്ട് അത് കൊള്ളാം, നല്ല ഐഡിയ, നമുക്ക് അതിനെ കുറിച്ച് പറ്റൂടാ, നമുക്കൊന്ന് പഠിച്ചിട്ട് നമുക്ക് സംസാരിക്കാം, നമുക്ക് ഇതിനെ കുറിച്ച് കുറച്ചുകൂടെ റിസർച്ച് ചെയ്യാം, ഇതിന്റെ റിസ്ക്കും ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവും എല്ലാം അനലൈസ് ചെയ്യാം, എന്നിട്ടൊരു തീരുമാനത്തിലോട്ട് ഫൈനലൈസ്. അങ്ങനെ സംസാരിക്കുന്ന ഒരാളും ആദ്യം പറഞ്ഞ ആളും തമ്മിൽ ഒരുപാട് ഭയങ്കര വ്യത്യാസം. പക്ഷേ ഈ ഇങ്ങനെ പറയുന്ന ആൾക്കാരെ കിട്ടാൻ ഇന്നത്തെ കാലത്ത് ഭയങ്കര പാടാണ്, വളരെ കുറവാണ്, വളരെ കുറവാണ്. വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ സർക്കിൾ ശ്രദ്ധിക്കുക, നല്ല മനുഷ്യരുമായിട്ട് സഹകരിക്കുക, നമ്മളെ വളരാൻ സഹായിക്കുന്ന, വിജയിക്കാൻ സഹായിക്കുന്ന മനുഷ്യരുമായിട്ട് കൂട്ടുകൂടുക എന്നുള്ളതാണ്. അതെ, സിഗരറ്റ് വലി നിർത്താൻ സിഗരറ്റ് വലിക്കുന്ന ഒരു 10 പേരുടെ കൂടെ നടക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടി കൂടും. എന്നാൽ സിഗരറ്റ് വലിയ ഒരു ശീലമേ അല്ലാത്ത ആൾക്കാരോട് നടക്കുകയാണെങ്കിൽ നമുക്ക്, കാരണം ആരും വലിക്കുന്നില്ലല്ലോ, നമുക്കപ്പോൾ ടെംപ്റ്റേഷൻ ഇല്ല എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ സർക്കിൾ ഒരു ഭയങ്കര പ്രധാന ഘടകമാണ്. ഇതെല്ലാം അറ്റ് ദ എൻഡ് കറങ്ങി തിരിഞ്ഞു വന്ന് നിൽക്കുന്നത് മൈൻഡിന്റെ ഒരു, തീർച്ചയായിട്ടും അതാണ് ആ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. ആ ഒരു പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് എത്തുക എന്നുള്ളതാണ് എല്ലാവരും ശീലിക്കേണ്ട ഒരു കാര്യം. എല്ലാത്തിനെയും വിമർശിക്കുക. ഇപ്പൊ തന്നെ സലിം കുമാറിന്റെ മകൻ ചന്തുവിന്റെ കാര്യം, അതിനെപ്പോലും എത്ര നെഗറ്റീവായിട്ട് കണ്ട് ഇതൊക്കെ ഇങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പം എന്തിനേയും വിമർശിക്കുക, ആരെയും വിമർശിക്കുക. ഇപ്പോൾ ഈ പോഡ്കാസ്റ്റിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് എഴുതും, ഇവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ്. പറയുന്നവരവിടെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളിപ്പുറത്തൂടെ വളർന്നുകൊണ്ടിരിക്കും. കാര്യം എന്താ, നമുക്ക് അറിയാം ഇതൊക്കെ 100% സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, ഇതൊക്കെ ചെയ്താൽ ലൈഫിൽ രക്ഷപ്പെടും. ഇനി അതെല്ലാം പോസിറ്റീവായിട്ട് റിസൾട്ട് കിട്ടിയ സ്റ്റുഡൻസ് ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് എഴുതി കഴിഞ്ഞാൽ പറയും ഇത് PR വർക്കാന്ന് പറയും. എന്ത് ചെയ്യുമെന്ന് പറയാം ഒരു രീതിയിൽ നമുക്ക്. അപ്പം ഞാൻ പിന്നെ ഈ കമൻറ്റ് വായന അങ്ങ് നിർത്തി. ഞാൻ വിചാരിച്ചു PR വർക്ക് ഒരു പരിധി വരെ ഉള്ളൂ കേട്ടോ. നമുക്ക് എത്ര ചേച്ചിക്ക് ഇത്ര 1000 പേർക്ക് പൈസ കൊടുത്ത് കമൻറ്റ് ഇടിക്കാൻ പറ്റുമോ? 1000 പേർക്ക് പൈസ കൊടുത്ത് കമൻറ്റ് ഇടിക്കുകയാണെങ്കിൽ ഒരാൾക്ക് 1000 രൂപ വെച്ച് എത്ര രൂപയായി? അത്രയ്ക്ക് പൈസ ഒന്നും ആരും ഒരു വീഡിയോയുടെ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല, കമന്റിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യില്ല. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താലും ഞാൻ പറഞ്ഞില്ല, ഒരു നെഗറ്റിവിറ്റിക്ക് അധിക കാലവും നിൽക്കാൻ പറ്റില്ല. ഈ ഒരു 5 വർഷക്കാലവും നമ്മൾ സൂപ്പർ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടാതെ എവിടെയാണ് നിൽക്കാൻ പറ്റുക? ഒന്നും പറ്റില്ല. പിന്നെ ഈ പറയുന്നതൊന്നും പ്രാക്ടീസ് ചെയ്യാതെ പിന്നെയും കരഞ്ഞുകൊണ്ട് നടന്നിട്ട് ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് മെഡിസിൻ വാങ്ങിച്ചിട്ട് ആ മെഡിസിൻ കഴിക്കാതെ ആ ഡോക്ടർ കൊള്ളത്തില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. എന്ത് പറഞ്ഞു കൊടുത്താലും ഒന്നും പ്രാക്ടീസ് ചെയ്യൂല, ക്ലാസ്സിലും കയറൂല, വല്ലപ്പോഴും വരും, എന്തെങ്കിലും അറ്റവും മൂലം കേൾക്കും, ഒന്നും ചെയ്യാതിരുന്നിട്ട് കുറ്റം പറയും. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ 100% നമുക്ക് ആരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ പറ്റില്ല. 100% റിസൾട്ട് ഒന്നിനും വരാനും പാടാണ്. കാരണം
ആൾക്കാരാണ്. മൈൻഡ് സെറ്റ് ഡിഫറെന്റ് ആണ്. അതെ. അപ്പോൾ ഓരോ ആൾക്കാരും ഓരോ കാര്യങ്ങളും പെർസീവ് ചെയ്യുന്നതിന് കറക്റ്റ്, ഓരോ ഡിഫറൻസ് ഉണ്ട്. അതെ. ചിലര് ടീച്ചർ ആദ്യം പറഞ്ഞ പോലെ പെട്ടെന്ന് കാര്യങ്ങൾ വിശ്വസിക്കും, ഗ്രാസ്പ് ചെയ്യും. ഓരോരുത്തരും ചെയ്യുന്നതിന്റെ ലെവൽ വേറെയാണ്. Correct. ചിലർ ഭയങ്കര ക്രിട്ടിക്കൽ ആയിരിക്കും. അതെ. അങ്ങനെ ഉള്ള ആൾക്കാരെ കാണുന്നത് നമ്മൾ എന്ത് പറഞ്ഞാലും കൺവിൻസ് ആവാത്ത ആൾക്കാരുണ്ട്. ആവാത്ത ആൾക്കാരുണ്ട്, അവർക്ക് നമ്മൾ റിയൽ ലൈഫിൽ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ പോലും അവര് വിശ്വസിക്കത്തില്ല. സമ്മതിച്ചാൽ അവരുടെ ഈഗോ കറക്റ്റ്. ഹർട്ടാവും. കാരണം ഞാൻ പറഞ്ഞതാണ് ശരി എന്നുള്ളതെന്ന് ഒരു അടി അനങ്ങാൻ ചില ആൾക്കാർ റെഡി ആവില്ല. കറക്റ്റാണ്. ഇപ്പോൾ ഞാൻ തന്നെ ലൈഫിൽ ഇത്രയും സക്സസ്ഫുള്ളായി. ഞാൻ പല ബന്ധുക്കളോടും ഫ്രണ്ട്സിനോടും ഒക്കെ ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു കാണിച്ചിട്ടാണ് പറയുന്നത്. എന്നാലും അവർക്ക് വിശ്വാസമില്ല. അവർക്കിതിൽ വരണമെന്നോ ഇതൊക്കെ പ്രാക്ടീസ് നമുക്ക് രക്ഷപ്പെടണമെന്നോ അങ്ങനെയുള്ള ഒരു ചിന്തയും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതെ. അപ്പോൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവണമെങ്കിൽ നമ്മൾ ആദ്യം വിശ്വസിക്കണം, അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കുക. അതായത് പലരും പറയും ഇതൊക്കെ ഉള്ളതാണോ, അല്ലേ, ചെയ്ത് നോക്ക്. കൃത്യമായിട്ട് 100% വിശ്വാസമുണ്ട്. പവർ ഓഫ് ബിലീഫ് എന്ന് പറയും. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈശ്വര വിശ്വാസമുള്ളൊരു വ്യക്തിയാണെങ്കിൽ, ഇനി ഈശ്വര വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന എന്തോ ഒരു ശക്തി, അതിനെ നമ്മൾ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയും. എൻ്റെ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ എൻ്റെ ഈശ്വരൻ എൻ്റെ കൂടെയുണ്ട്. എനിക്കെല്ലാം നല്ലതേ വരൂ. ഞാൻ എന്തിലും ഇറങ്ങി തിരിച്ചാലും അതിൽ ഞാൻ സക്സസ്ഫുൾ ആവും. ഇതാണ് നമ്മുടെ ബിലീഫെങ്കിൽ യെസ്, നിങ്ങൾ നിരന്തരം ചിന്തിക്കും നിങ്ങളാവും. ഞാനൊരു ഭാഗ്യം കെട്ടവനായ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എൻ്റെ അവസ്ഥ ഇതാണ്. തമാശയ്ക്കാണെങ്കിലും ആൾക്കാർ പറഞ്ഞിട്ടില്ലേ, നിരന്തരം അവരൊക്കെ ഭാഗ്യമില്ലാന്ന് ചിന്തിച്ചാൽ ഭാഗ്യം കെട്ടവരായിക്കൊണ്ടിരിക്കും. ഇതെല്ലാം നമ്മുടെ നിരന്തര ചിന്ത എന്താണോ, നമ്മൾ എന്താണ് പറയുന്നത്, ഈ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ നിരന്തരം റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഈ പ്രശ്നം. ചിന്തകളിൽ നിന്നാണ് വാക്കുകൾ വരുന്നത്. ചിന്ത കറക്റ്റ് ചെയ്യാതെ ഒരിക്കലും വാക്കുകൾ കറക്റ്റ് ആവത്തില്ല. പഠിത്ത കാര്യത്തിൽ ഇത് ആപ്ലിക്കബിൾ ആണോ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ? തീർച്ചയായിട്ടും. കാരണം ഞാനും അത്ര മികച്ച ഒരു സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ എന്നാലും അത്യാവശ്യത്തിന് ഞാൻ എല്ലാം ഒപ്പിച്ച് വെക്കുമായിരുന്നു. ഏറ്റവും കൂടുതൽ ഫെയിലിയർ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫെയിലിയറിനോട് പേടിയുള്ള ഒരു ഗ്രൂപ്പ് സ്റ്റുഡൻസ് തന്നെ ആയിരിക്കും. അവർക്ക് റാങ്ക് കിട്ടുമോ എന്നുള്ള ടെൻഷൻ, അവർക്ക് പഠിച്ച് എവിടെയെങ്കിലും എത്താൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ, പാസ്സാവൂലേ എന്നുള്ള ടെൻഷൻ, അടുത്ത കോളേജ് ടെൻഷൻ്റെ കൂമ്പാരങ്ങൾ സ്റ്റുഡൻസ് ആണ്. അവർക്കും ഈ മാനിഫെസ്റ്റേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ലേ? 100%. അവരെല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ വിഷ്വലൈസ് ചെയ്യും. ഇപ്പോൾ ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി, അവളിപ്പോൾ താമസിക്കുന്നത് ഒരു ചെറിയ ചെറ്റക്കുടിലാണ്. ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവളെല്ലാ ദിവസവും രാത്രി വിഷ്വലൈസ് ചെയ്തത് മുഴുവൻ താൻ പഠിച്ചൊരു ഡോക്ടറായി, വെള്ളക്കോട്ടൊക്കെ ഇട്ട് സ്റ്റെതസ്കോപ്പും കഴുത്തിൽ തൂക്കി ഡോക്ടറായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ വരാന്തയിലൂടെ ഇങ്ങനെ പോവാണ്. അപ്പോൾ പേഷ്യൻസൊക്കെ വന്ന് പറയുന്ന ഡോക്ടർ ചികിത്സിച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് ഹീലായത്, താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞ് അവരുടെ കണ്ണുകളിൽ ആനന്ദ കണ്ണീര് വരുന്നതായിട്ടൊക്കെ ഈ പെൺകുട്ടി ഇങ്ങനെ സ്വപ്നം കണ്ട് കിടന്നുറങ്ങി. എല്ലാ ദിവസവും രാത്രി ഇവളിതാ സ്വപ്നം കാണുന്നത്. അപ്പോൾ ഇവളെ മുന്നോട്ട് പഠിപ്പിക്കാൻ വീട്ടുകാർക്ക് നിവർത്തിയില്ല. അപ്പോൾ ഇവള് നന്നായിട്ട് ഈ ഒരു സ്വപ്നം ഇങ്ങനെ അവളുടെ മനസ്സിൽ പതിയുമ്പോൾ അതിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ ഇവളിലേക്ക് വന്നു. ഇവൾ എങ്ങനെ 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടെ പാസ്സായി, എങ്ങനെ MBBS എടുത്തു, എങ്ങനെ MD എടുത്തു, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എങ്ങനെ ഡോക്ടർ, അവൾ അറിയില്ല. അവൾ അതിലൂടെ നടക്കുമ്പോഴായിരിക്കും അവൾ ചിന്തിക്കും ഞാൻ എങ്ങനെ ഇവിടം വരെ വന്നു. അവൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ഞാൻ എങ്ങനെ, കാര്യം അതാണ് മനസ്സിലെ നിരന്തര ചിന്ത. എല്ലാ ദിവസവും മനസ്സിൽ ഇത് തന്നെ കാണുമ്പോൾ അതിലേക്ക് എത്താൻ സഹായിക്കുന്ന കാര്യങ്ങൾ അവളിലേക്ക് വന്ന് അവൾ തന്നെ അത്ഭുതപ്പെട്ടു. അപ്പം ഞാൻ ഇന്ന് ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ വന്നു, ഐ ഡോണ്ട് നോ. നിരന്തരം മനസ്സിൽ കണ്ടത് മുഴുവൻ ഇതായിരുന്നു. അത് നമ്മളെ അതിലേക്ക് എത്തിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും, എനിക്ക് ദോഷമേ വരൂ, എൻ്റെ വീട്ടിലുള്ളവർക്ക് വല്ലതും വരുമോ, അല്ല എൻ്റെ ബിസിനസ് പൊട്ടിപ്പോവോ, ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള പ്രബല ചിന്തകളാണ് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതെന്നാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. നമ്മൾ പോസിറ്റീവിലേക്ക് എത്തുക, എനിക്കെല്ലാം നല്ലത് വരും, ഇനി വരാൻ പോകുന്ന ദിവസങ്ങളൊക്കെ എനിക്ക് ഏറ്റവും നല്ലത്, ഞാൻ സൂപ്പർ സക്സസ്ഫുൾ ആവും. ഇപ്പം ഞാൻ കാർത്തികിൻ്റെ മുമ്പിലിരുന്ന് പറഞ്ഞു ഞാൻ നാളെ ഒരു ബില്യനെയർ ആകും, ഉറപ്പാണ്. കാർത്തികും ആവും, ഒരു സംശയമില്ല. ബില്യനെയറായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. ബില്യനെയർസ് മീറ്റിൽ വെച്ച് കാണാം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇത് പലരും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ നമ്മൾ ബില്യനെയറായിട്ട് ഇതുപോലെ ഇരുന്ന് ഹൈഫൈ അടിക്കുമ്പോൾ അവർ ഈ ഒരു ക്ലിപ്പ് വെട്ടിയെടുത്തിട്ട് ഷോർട്സിൽ ഇടും. അന്ന് സുജാർ മോഹനും കാർത്തിക് സൂര്യയും പറഞ്ഞത് ഇന്ന് റിയാലിറ്റി ആയി. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളത് പറഞ്ഞത്? ഇത്രയും പേരുടെ മുമ്പിലിരുന്നാൽ നമ്മൾ പറയും നമുക്ക് വിശ്വാസമുണ്ട്. ആരുടെ കഴിവിൽ വിശ്വാസമുണ്ട്? നമ്മുടെ കഴിവിൽ വിശ്വാസമുണ്ട്. ഞാൻ അതിലേക്ക് എത്തിച്ചേരുമെന്നുള്ള അചഞ്ചലമായ വിശ്വാസം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നും
ഭയങ്കര തള്ളാണ്, തള്ളി മറിക്കുകയാണ്. 100 കോടി എൻ്റെ അടുത്ത് ചോദിച്ചു, 100 കോടിയിൽ എത്ര പൂജ്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോന്ന്. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ 100 കോടി വലിയൊരു നമ്പർ ആണെന്നറിയാം. 100 കോടിയിൽ എത്ര പൂജ്യം ഉണ്ടെന്നറിയാവോ, വലിയ ഡയലോഗ് അടിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മളത് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരാൾ പറഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്, നിങ്ങളുടെ റിപ്ലൈ ഞാൻ തരാമെന്ന് പറഞ്ഞു ഒരു സമയത്ത്. അപ്പോൾ ആ 100 കോടി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളെല്ലാവരും മുമ്പിലിരുന്ന് പറഞ്ഞാൽ നമുക്ക് ആ വിശ്വാസം ഉള്ളതുകൊണ്ട്. അതാണ് പവർ ഓഫ് ബിലീഫ്. എത്ര പേർക്ക് അത് ഉറപ്പിച്ച് പറയാൻ പറ്റും? പലർക്കും പറയാൻ പറ്റില്ല. 100 കോടി എന്നെ കൊണ്ടതൊന്നും പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല? എല്ലാ മനുഷ്യർക്കും സബ് കോൺഷ്യസ് മൈൻഡുണ്ട്. എല്ലാവരുടെയും മനസ്സിന് ഒരുപോലെ പവറുണ്ട്. ആർക്കും പവർ കൂടുതലോ പവർ കുറവൊന്നുമില്ല. രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ ആ വഴിക്ക് പോകും. അതല്ല, ഇങ്ങനെ നെഗറ്റീവും ചിന്തിച്ച് ഇങ്ങനെ നടന്നാൽ മതിയെങ്കിൽ ആ വഴിക്ക് പോകും. അപ്പോൾ ദൈവത്തിന് ആരോടും പാർഷ്യാലിറ്റി ഇല്ല. കാർത്തിക് സൂര്യയ്ക്ക് കുറച്ച് കൂടുതൽ കൊടുക്കണം, സുജാർ മോഹന് കുറച്ച് കൊടുക്കണം, വേറൊരാൾക്ക് ഒട്ടും കൊടുക്കരുത്, ഇങ്ങനെയൊന്നും ദൈവം ആരോടും പാർഷ്യാലിറ്റി കാണിക്കത്തില്ല. നിരന്തരം നമ്മൾ എന്ത് ചിന്തിക്കുന്നോ നമുക്കത് തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും അതിസമ്പന്നതയിൽ ജീവിക്കുന്നതായിട്ടും ലൈഫിൽ സക്സസ്ഫുൾ ആകുന്നതിനെ പറ്റി എപ്പോഴും ചിന്തിക്കണം, നല്ലതേ ചിന്തിക്കാവൂ, നല്ലതേ പറയാവൂ എന്ന് പറയുന്നത് കൊണ്ടാണ്. അതെ, ആൾക്കാർക്ക് ഒരു സിമ്പിളായിട്ട് സ്വന്തം ലൈഫ് ഒന്ന് എടുത്ത് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർ ഇതുവരെ എന്തെങ്കിലുമൊക്കെ നേടി കാണുമല്ലോ. അതെ, ചിലപ്പോൾ ഒരു ഫോൺ ആയിക്കോട്ടെ, അതെ, ചിലപ്പോൾ ഒരു ജോലി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവർ നേടിയ കാര്യങ്ങളിലോട്ട് അവരെത്തിയപ്പോൾ ഉള്ള ആ കാര്യത്തിനോടുള്ള അവരുടെ അപ്രോച്ചും തോട്ട് പ്രോസസ്സും എന്താണെന്ന് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു ഐഡിയ കിട്ടും. ഓ, ഇത് ഞാൻ ഒരു സമയത്ത് ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇപ്പോൾ ഈ തീവ്രമായ ആഗ്രഹം എന്ന് പറയുമ്പോഴേ ഒരു എക്സാമ്പിൾ പറയണം. ഇപ്പൊ സ്റ്റുഡൻസിന്റെ കാര്യം പറഞ്ഞാൽ, ഇല്ലെങ്കിൽ ഒന്നും പഠിക്കാതെ അതൊക്കെ ഇങ്ങനെ എടുത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ശരിക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കറിയാം പഠിച്ചാലേ ഇതാവുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒന്നല്ല, നമ്മൾ മൾട്ടിപ്പിൾ സോഴ്സസിലൂടെ നമ്മൾ പഠിക്കാൻ നോക്കും. ഇപ്പോഴൊക്കെ ആണെങ്കിൽ AI ഒക്കെ വന്നത് കാരണം പഠിത്തമൊക്കെ എന്ത് ഈസിയാണ്. നമ്മുടെയൊക്കെ സമയത്തല്ലേ എന്ത് സത്യം. ഒരു കാര്യം, ഒരു കോൺസെപ്റ്റ്, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സയന്റിഫിക് കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇതെടുത്ത് നേരെ ChatGPT ഇട്ടിട്ട് ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഇതൊന്ന് പറഞ്ഞു തരുമോ? അത് പറഞ്ഞു തരും. ഓ, ഇതായിരുന്നല്ലേ. കാരണം അത്രയ്ക്ക് ഈസി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗ്രാസ്പ് ചെയ്യാനുള്ളത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. ഇപ്പൊ ടെക്നോളജി ഇത്രയും ഇതായിരിക്കുന്ന സമയത്ത് പഠിക്കേണ്ടതിലേക്ക് ടെക്നോളജി ഉപയോഗിക്കാതെ വെറുതെ ഗെയിം കളിച്ച് പോകുന്നവരുണ്ട്. അതെ, അതിനെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ്. പിന്നെ ഒന്നും പഠിക്കാതിരുന്നിട്ട് എനിക്ക് ഫുൾ മാർക്ക് കിട്ടുമോ, അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ നടക്കത്തില്ല. പഠിച്ചാൽ മാത്രം ആക്ഷൻ എടുക്കണം. ഡ്രീം ചെയ്യുക, വർക്ക് ചെയ്യുക അതിനു വേണ്ടി. അതെ, അത് ഒരു വലിയ ഡബിൾ കോട്സിനകത്ത് കൊടുത്തോ. നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിന് വർക്കും ചെയ്യണം. അപ്പോൾ ചോദിക്കും, ആഗ്രഹിക്കാതെ വർക്ക് ചെയ്താൽ പോരെ? ആഗ്രഹിക്കാതെയും വർക്ക് ചെയ്യാം. പക്ഷേ ആഗ്രഹിച്ചിട്ട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എഫക്റ്റ് ആയിരിക്കില്ല. നമ്മൾ ബുദ്ധിമുട്ടി അങ്ങ് എത്തുമോ നമ്മൾ പ്രതീക്ഷിക്കണം. നല്ല ബുദ്ധിമുട്ടി തന്നെ അങ്ങ് എത്തും നമ്മൾ. അതെ, അത് ഇതൊക്കെ സത്യം പറഞ്ഞാണല്ലോ. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു ഫെയറി ടെയിൽ പോലെയൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുമെങ്കിലും ഒരു പ്രാവശ്യം എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളത് എക്സ്പീരിയൻസ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ട്രെൻഡായിട്ട് വരുന്നുണ്ട്. എല്ലാ ന്യൂ ഇയറിനും എല്ലാ ഇൻഫ്ലുവൻസേഴ്സും അവരുടെ ഫോൺ വാൾപേപ്പർ എടുത്ത് കാണിക്കും. ഇതൊക്കെയാണ് ഞാൻ കഴിഞ്ഞ വർഷം വേണം എന്ന് ആഗ്രഹിച്ച എൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്തിട്ടുണ്ടോ. ഉണ്ണിമായ, ശരണ്യ, ഇവരൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നോക്കിയപ്പോൾ അവളുടെ ഇതിനകത്ത്, ശരണ്യയുടെ അതിനകത്ത് ഒരെണ്ണം അനന്തുമായിരുന്നു. ഫോറിൻ ട്രിപ്പുകൾ, അവൾക്ക് ഇഷ്ടമുള്ള കുറെ ബാഗുകൾ, ഇതെല്ലാം മാനിഫെസ്റ്റ് ചെയ്ത് അവൾ ആ വർഷം കൊണ്ട്. അപ്പോൾ വിഷ്വൽ ക്യൂസും തീർച്ചയായിട്ടും. ഞാൻ ഈ BMW X7 ചിത്രം എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പർ ആക്കി ഇട്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ എപ്പോഴും ഇങ്ങനെ കാണല്ലോ. ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മൾ ഫോൺ എടുക്കുന്നത്, ഇങ്ങനെ കാണുമ്പം ഇത് നേരെ, ഞാൻ പറഞ്ഞില്ല, ആ കാറിൻ്റെത് ഞാൻ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിപ്പിച്ചു എന്ന് പറയുന്ന പോലെ ഇത് എപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് പതിയും. അപ്പോൾ ഈസി ആയിട്ട് അത് നമ്മളിലേക്ക് എത്താനുള്ള വഴികൾ വന്ന് നമ്മളിലേക്ക് എത്തും. എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതുപോലെ കുറേ സാധനം കിടപ്പുണ്ട് കേട്ടോ. അപ്പം അതിൽ ഒരെണ്ണമാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ വീട് പണി. അതൊരു ഡ്രീം പ്രോജക്റ്റ് പോലെയാണ്. എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതൽ എൻ്റെ അച്ഛനായിരിക്കും ആ വീട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം അച്ഛൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഡ്രീംസിൽ ഒന്നായിരുന്നു ഇങ്ങനത്തെ ഒരു വീട് ഇങ്ങനെ പണി കഴിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ അത് വന്ന് കഴിയുമ്പോൾ ഞാൻ ചെയ്യാനായിട്ടുള്ളൊരു വീഡിയോ വരെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഒരു സമയത്ത് എനിക്കൊന്നും ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പോലുള്ള ഒരു കപ്പാസിറ്റി ഉള്ളൊരു ആളേ ആയിരുന്നില്ല. ഞാൻ ഡൽഹിയിൽ MBA പഠിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഓക്കെ ഡൽഹിയിൽ നിന്നാണ് MBA എടുത്തേക്കുന്നത്, നാട്ടിൽ വരണം, ഒരു 1,00,000 രൂപ അത്രയും മതി തൽക്കാലം സ്റ്റാർട്ടിങ് അല്ലേ. ജോലിക്ക് കയറണം, ജോലിക്ക് കയറിയിട്ട് പിന്നെ എങ്ങോട്ടെങ്കിലുമൊക്കെ എന്തെങ്കിലും വന്ന് നോക്കിയപ്പോൾ നാട്ടിൽ ജോലിയില്ല. അതെ. ടെക്നോ പാർക്കിൽ ഞാൻ കയറി ഇറങ്ങുന്ന ഒരിടത്ത് എന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് 8,000 റുപ്പീസ് സാലറി ഉള്ള സാലറി ഒരു ചെറിയൊരു ജോലിയായിരുന്നു. അതിലും 8,000 പിന്നെ പെട്രോളും അതും ഇതൊക്കെ പോയിട്ട് എൻ്റെ കയ്യിലൊന്നും കാണില്ല. ഞാൻ ആലോചിച്ചു, ഞാൻ ഇത്രയൊക്കെ പഠിച്ചത് വെറുതെ ആയിരുന്നോ? അങ്ങനെ പിന്നെ അത് വിട്ടിട്ട് ഞാൻ ഒരു ബിസിനസ് തുടങ്ങി. അപ്പോൾ ബിസിനസ് തുടങ്ങിയപ്പോൾ ഓക്കെ കാര്യങ്ങളൊക്കെ പോകും, ഇതിലൂടെ പോവുകയാണെങ്കിൽ എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അതെ. പക്ഷെ എനിക്ക് പൈസയിലല്ല എൻ്റെ ഹാപ്പിനെസ് ലൈ ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴും ഈ പാഷൻ നമുക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതെ. ഒരു 19 വയസ്സൊക്കെ ആകുമ്പോൾ ഇരിക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ ലൈഫിൽ ചെയ്തിട്ടുണ്ട്. കറക്റ്റ്. എൻ്റെ ലൈഫിൽ അച്ചീവ്മെൻറ്റുകൾ, നമുക്ക് ചെയ്തു തീർക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് പറ്റൂല എന്ന് കൊച്ചിലേ മുതലേ കേട്ട് വളർന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട്സൊക്കെ ഒത്തിരി കളിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ കാർത്ത്? അപ്പോൾ അങ്ങനെ കളിയാക്കിയപ്പോൾ ഇതല്ല എനിക്ക് വിജയിച്ച് കാണിക്കണമെന്ന് എവിടെയോ ഒരു ബേണിംഗ് ഡിസയർ ഉണ്ടായിരുന്നില്ലേ? എനിക്ക് അത് ആക്ച്വലി ഞാൻ ഡൽഹി പഠിക്കുമ്പോഴായിരുന്നു കേട്ടോ. കാരണം അവർക്ക് ഇൻബിൽട്ട് ആയിട്ടൊരു കോമ്പസ് ഉണ്ട്. സൗത്ത് ഇന്ത്യൻസ് നോർത്ത് ഇന്ത്യൻസിന്റെ താഴെയാണെന്നുള്ളൊരു കോംപ്ലക്സ്, ഒരു റേസിസം. അതിപ്പോ ഇവിടെ വന്നാലും ബംഗാളികളോട് നമ്മൾ പെരുമാറുന്നത് എങ്ങനെയാണ്, അതുപോലെ സെയിം സാധനം ഓപ്പോസിറ്റ് അവിടെ ഉണ്ട്. നമ്മളോടൊരു മദ്രാസി അപ്രോച്ച് ആണ് അവർക്കുള്ളത്. അപ്പോൾ അത് കാരണം യവനൊന്നും ഇല്ല, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും പോപ്പുലർ വീഡിയോ ഞാൻ ഒരു 1,00,000 രൂപ തൊട്ട് കൊടുത്ത് ഐഫോൺ എടുക്കുന്ന വീഡിയോ. അപ്പൊ ആ ഐഫോൺ ലിറ്ററലി ഞാനൊരു വലിയൊരു മാനിഫെസ്റ്റേഷൻ ആയിരുന്നു. കാരണം അന്ന് പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു ഐഫോൺ നോക്കാൻ ചോദിച്ചപ്പോൾ എനിക്ക് തന്നിട്ടില്ല. അപ്പോൾ അന്നത് മനസ്സിൽ വല്ലാണ്ടങ്ങ് കൊണ്ടു. ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ വാങ്ങി, പക്ഷെ അത് അച്ഛൻ്റെ കാശ് കൊണ്ടാണ്. അച്ഛൻ എനിക്ക് സ്വർണ്ണം വേണമെന്ന് പറഞ്ഞാൽ അച്ഛൻ അതിനുള്ള വീട്ടിലെ ഫൈനാൻഷ്യൽ കണ്ടീഷനൊക്കെ ഇതാണെങ്കിൽ പോലും എൻ്റെ ആഗ്രഹത്തിന് അച്ഛൻ പണ്ട് ഭയങ്കര വില കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു പ്രായത്തിലല്ലേ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അച്ഛനെ കൊണ്ട് പറ്റുന്ന രീതിയിലല്ല അച്ഛൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ മനസ്സിൽ കിടന്നൊരു സാധനമാണ് ഈ 1,00,000 രൂപ തൊട്ട് കൊടുത്ത് അത് എന്നാ എല്ലാവരും ഒന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യമൊന്നും പറഞ്ഞിട്ട് ഞാൻ അതങ്ങ് വാങ്ങിച്ചത്. അതാണ് എനിക്ക് തോന്നുന്നു ഒരു ഭീകരൻ വൈറലായി പോയിട്ടുള്ള. അത് വൈറലാവാനുള്ള മെയിൻ ഒരു കാര്യം, പണ്ട് എനിക്കൊരു ഐഫോൺ കൈ പിടിച്ച് നോക്കാൻ ഒരാൾ തന്നില്ല, ഇന്ന് ഞാനത് സ്വന്തമാക്കി എന്ന് പറയുമ്പോൾ അതെ അതിനുള്ള ഒരു മറുപടി. അതാണ് ഞാൻ പറഞ്ഞൊരു ബേണിംഗ് ഡിസയർ വേണം. നമ്മളെ കളിയാക്കിയിട്ടുള്ളവരുടെ മുമ്പിൽ, നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ളവരുടെ മുമ്പിൽ, നമ്മളെ വിഷമിപ്പിച്ചിട്ടുള്ളവരുടെ മുമ്പിൽ, നിങ്ങളൊന്നും ആവില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ വിജയിച്ച് കാണിച്ചിട്ട് സ്ലോ മോഷൻ നടക്കുന്ന അതൊരു ഫീലാണ്. അത് അനുഭവിച്ചാലേ അതിന്റെ ഒരു ഈ പറഞ്ഞതൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഒരുപാട്. അതായത് പലരും പറയാറുണ്ട് നീ ഇങ്ങനെ സക്സസ്ഫുൾ ആവും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പലരും ചവിട്ടത്തേച്ച് അത്രയും വിലയില്ലാതെ കണ്ടിരുന്ന ഒരു വ്യക്തി ഇന്ന് ലൈഫിൽ ഇത്രയും ഇതായിട്ട് ലക്ഷക്കണക്കിന് മലയാളികളുടെ ലൈഫിൽ ആ പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ വരുത്തുക എന്ന് പറഞ്ഞ് അത് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ബേണിംഗ് ഡിസയറിൽ നിന്നാണ് വരുന്നത്. ടീച്ചറുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഏറ്റവും പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്നത് ഏറ്റവും ബെനിഫിറ്റ് നേടിയിട്ടുള്ള ആരെങ്കിലും? മണി വൈസ് ആണെങ്കിൽ ഇപ്പോൾ ഞാനൊരു ക്ലാസ്സിൽ പ്ലാറ്റിനം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു 1 ഇയർ കൊണ്ട് നിങ്ങളൊരു 1 crore ചലഞ്ച് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ അതിൽ നിന്ന് എത്തണം. അപ്പോൾ ഇപ്പോൾ ആ ഒരു 1 crore എത്തിയിട്ടുള്ളൊരു സ്റ്റുഡൻ്റാണ്. മണി വൈസ് പറയുകയാണെങ്കിൽ ആ രീതിയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ബിസിനസ്സുകളാണെങ്കിൽ പലരും ബിസിനസ് തുടങ്ങണമെന്നുള്ള ആഗ്രഹമായിട്ട് നമ്മളടുത്തേക്ക് വരുന്ന വിദേശത്തുള്ളവരാണെങ്കിൽ അവർക്ക് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം മൈൻഡ് പവറിൻ്റെ ബേസിൽ പറഞ്ഞു കൊടുത്ത് അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മാസം 5 ലക്ഷം 10 ലക്ഷം ഏൺ ചെയ്യുന്നവരുണ്ട്. അതുപോലെ പിന്നെ ഒരു ലേഡി, അവരൊരു വീട്ടമ്മയായിരുന്നു. അപ്പം ഞാൻ ഈ കൊടുത്ത ഇൻസ്പിറേഷൻ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ചിന്തിച്ച് അവരൊരു ജാക്ക് ഫ്രൂട്ടിൻ്റെ, അതായത് ചക്കയിൽ നിന്ന് ചിപ്സ് ഉണ്ടാക്കുന്ന ബിസിനസ് ഇന്ന് മാസം 10 ലക്ഷം രൂപയെ പുറത്ത് അവർ ഏൺ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരു വീട്ടമ്മയുടെ എൻ്റെ പറഞ്ഞു, ടീച്ചർ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും വീട്ടമ്മയായിട്ട് തുടർന്നേനെ. ഇന്ന് ഞാൻ മാസം 10 ലക്ഷം ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2-3 മാസമേ ആയുള്ളൂ എന്ന് ഓർക്കണം. ഇനി അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് അത് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ തുടങ്ങുമ്പോൾ ഇതൊന്നുമല്ല വരുമാനം. പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. പിന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂ 30-35 വർഷമായിട്ട് ഭർത്താവുമായിട്ട് വീട്ടിൽ ഇന്ത്യയും പാകിസ്ഥാനും പോലെ എന്നും അടി കൂടിക്കൊണ്ടിരുന്നവർ, മക്കൾ വീട്ടിൽ സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ലാതെ എന്താ പറയുക, അവർ പിന്നെ 2 പേരും 2 സ്ഥലത്താണ്. മകൻ വിളിച്ചിട്ട് മകളോട് ചോദിക്കുകയാണ്, എടി വീട്ടിൽ എങ്ങനെയുണ്ട് സിറ്റുവേഷൻ?
എടാ പിന്നെ ഏതോ ഒരു സുജാർ മോഹൻ ടീച്ചറിന്റെ ക്ലാസ്സിൽ അമ്മ ചേർന്നു. അമ്മ ഇപ്പൊ ഭയങ്കര പോസിറ്റീവ്. അച്ഛനും അമ്മയും കൂടി ഇപ്പൊ അടയും ചക്കരയും പോലിരിക്കുന്നു. മോൻ അതാര്? ഇതാര്? അങ്ങനെ എന്താ പറയുന്ന എല്ലാ ഏരിയാസ് നമുക്ക് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യലി മാത്രം എല്ലാ ഏരിയാസിലും ഇവൻ അത്രയും വലിയ ഹെൽത്ത് ഇഷ്യൂവിൽ കിടന്ന് വീൽ ചെയറിൽ ഇരുന്നവർ വരെ ഇന്ന് ഓടിച്ചാടി നടക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ എല്ലാ ഏരിയാസിലും നമുക്ക് സക്സസ് പറയുകയാണെങ്കിൽ എല്ലാ ഏരിയാസിലും നമുക്ക് സക്സസ്ഫുൾ. ഹെൽത്ത് വൈസ് ആണെങ്കിലോ, ഹെൽത്ത് വൈസ് ആണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹെൽത്ത് നമ്മളിപ്പോൾ ഒരു അമ്മൂമ്മയെ കാണാം, അമ്മൂമ്മ സുഖം തന്നെ, എന്തോ പറയാനാ മക്കളെ, എനിക്ക് കൊളസ്ട്രോൾ ഇത്ര ഉണ്ട്, ഷുഗർ ഇത്ര ഉണ്ട്, പ്രഷർ ഇത്ര ഉണ്ട്. ഇത് തന്നെ അവർ നിരന്തരം ആരെ കണ്ടാലും പാടുന്ന പാട്ട്. അത് വീണ്ടും വീണ്ടും പാടുമ്പോൾ ഇവരെ ഹെൽത്ത് ഇഷ്യൂ വർദ്ധിക്കും. ഇവരൊക്കെ ഇത് അറിയത്തില്ല. അവരെപ്പോഴും അത് തന്നെ പാടിക്കൊണ്ടിരിക്കും. നമ്മൾ പെർഫെക്റ്റ്ലി ഹെൽത്തി ആണെന്ന് വേണം ചിന്തിക്കാൻ. അതിനാണ് നമ്മളെപ്പോഴും ഐ എം ഹെൽത്തി എന്ന് അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നിരന്തരം ഏത് ബോഡി പാർട്ടിനാണോ ഇഷ്യൂ ഉള്ളത് ആ ബോഡി പാർട്ട് കംപ്ലീറ്റ്ലി ഹെൽത്തിയാണ്, പെർഫെക്റ്റ്ലി ഹെൽത്തിയാണ് എന്ന് മനസ്സിൽ വിശ്വസിക്കുകയും നിരന്തരം അഫർമേഷൻ പറയുകയും ചെയ്യുമ്പോൾ അത് ഉപബോധ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അത് റിയാലിറ്റി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഏതൊരു ഹെൽത്ത് ബ്ലെസ്സിങ്ങും നമുക്ക് ഹെൽത്ത് ഇഷ്യൂ നമുക്ക് ഹീലാക്കി എടുക്കാൻ പറ്റും. ഈ ഇത്രയും നമ്മൾ മാനിഫെസ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടും നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റുക. ഇപ്പോൾ പെട്ടെന്നൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ മാനിഫെസ്റ്റേഷൻ വീഡിയോ ആയിട്ട് ഒരു ഇട്ടിട്ടുണ്ട്. അതെ, നമ്മുടെ പേളി മാനിഫെസ്റ്റേഷൻ്റെ ഉസ്താദാണ്. ഒരു പ്രാവശ്യം നമ്മൾ കോഴിക്കോട് റിവന്യൂ പോയപ്പോൾ ഞാൻ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒന്നിച്ചായിരുന്നിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഇങ്ങനെ എന്തോ കാര്യം പറഞ്ഞപ്പോൾ എങ്ങനെയുണ്ട് നിൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് എപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു വാക്കിൽ അങ്ങനെ പറയരുത് എന്നെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു അങ്ങനെ പറയരുത്, എല്ലാം സൂപ്പറായിട്ട് പോകുന്നു, എല്ലാം സൂപ്പറായിട്ടല്ലേ പോകുന്നു. ഞാൻ പറഞ്ഞു സൂപ്പറായിട്ട് പോകുന്നു. പേളിയുടെ കൊണ്ട് ഒരു നെഗറ്റീവ് പോലും വരാതിരിക്കാൻ പേളി ഭയങ്കര എപ്പോഴും നമ്മൾ പേളിയുടെ സംസാരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ശ്രീനിഷും അങ്ങനെയാണ് കേട്ടോ, അവർ ഭയങ്കരമായിട്ട് പോസിറ്റീവ് റൂട്ടിലൂടെയാണ് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുന്നത്. അതിൻ്റേതായിട്ടുള്ള എഫക്റ്റ് അവരുടെ ലൈഫിൽ കാണാനുണ്ട്. അതെ, അതുപോലെ തന്നെ ഇത് ഈ കുട്ടി മാനിഫെസ്റ്റേഷൻ യൂസ് ചെയ്തോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരു ബർഗർ ഷോപ്പ് ഇടയ്ക്ക് ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൂ, ഒരു 1 year ആവുന്നേ ഉള്ളെന്ന് തോന്നുന്നു. നമ്മുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് അവിടെ റോഡിലൊരു കുട്ടി ഇങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ ബർഗറാണ് വിൽക്കുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു സ്റ്റോറി കണ്ടിരുന്നു. തുടങ്ങിയ സമയത്ത് ഞാൻ കുറേ റീൽസ് കാര്യങ്ങൾ കണ്ടു. പിന്നെ ഈ ഇടയ്ക്ക് സ്റ്റോറി കണ്ടിരുന്നു. ആ കുട്ടിക്ക് ഇപ്പോൾ എംപ്ലോയീസ് ഉണ്ട്. ആ കുട്ടി ഇപ്പോൾ എനിക്ക് തോന്നുന്നു മന്ത്ലി 3 lakh അടുപ്പിച്ച് സെയിലുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഇതേ കേരളത്തിലുള്ള ഇതേ സാധാരണ സിറ്റുവേഷനുകളിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയാണ്. എങ്ങനെ അവൾ അവിടെ എത്തി? അവിടെ തോട്ട് പ്രോസസ്സ് അത് പുള്ളിക്കാരിക്ക് അറിയാമോ അറിഞ്ഞൂടെ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഡീപ്പ് ഡൗൺ പുള്ളിക്കാരി നല്ല വിശ്വസിക്കുന്നുണ്ട് പുള്ളിക്കാരി ഒരു ലെവലിൽ എത്താനുള്ള ആളാണെന്ന്. അത് കാണാനും ഉണ്ട്. ഇങ്ങനെയുള്ള ഇത് വരുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയാണ്, ഇവരുടെ ചിന്ത എന്തായിരിക്കും? ശരിക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ പോഡ്കാസ്റ്റിനാണെങ്കിലും നമ്മൾ നേരിട്ട് ആണെങ്കിലും അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇവരുടെ മനസ്സ് എന്താണ്, ഇവർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. അതെ, അത് നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രതിഫലിക്കും. അതെ, അത് പല ആൾക്കാരും വന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. അത് എങ്ങനെ അവരങ്ങനെ ആയി. ആദ്യമായിട്ട് ഞാൻ ലാലേട്ടനെ കണ്ട കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതെ, ലാലേട്ടൻ ഈ സീറ്റിൽ ഒരു ദിവസം ഇരിക്കും എന്നുള്ള ഒരു മാനിഫെസ്റ്റേഷൻ എനിക്കുണ്ട്. അതെ, അപ്പോൾ ലാലേട്ടൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഭയങ്കര ചാമിങ് ആണ് കേട്ടോ പുള്ളി. ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയും ഓറയും എന്തായാലും പറയാ, പിന്നെ വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ ലാലേട്ടനെതിരെ എന്തൊക്കെ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ നെഗറ്റിവിറ്റിയിൽ എപ്പോഴെങ്കിലും ഫോക്കസ് ചെയ്ത് കണ്ടിട്ടുണ്ടോ നമ്മള്? അതൊക്കെ മുന്നേ അതങ്ങനെയാണ് മുന്നേ ആ ഒരു പുള്ളി ഭയങ്കര സില്ലാണ് എപ്പോഴും. നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു കാര്യം പുള്ളിക്കാരൻ അടുപ്പിക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ചുറ്റുപാടും നമ്മൾ ആൾക്കാരെ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യുക. അപ്പോൾ ഓരോ ആൾക്കാരും പെരുമാറുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള മനുഷ്യരെ ഒന്ന് നോക്കി, ഈ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ നെഗറ്റീവ് കമൻറ്റ് ഇട്ട് ആൾക്കാരെ ക്രിട്ടിസൈസും ചെയ്ത് ഇങ്ങനെ നടക്കുന്നവർക്ക് ജീവിതത്തിൽ എത്രത്തോളം ഉയർച്ച വരുന്നുണ്ട്. ഉയർച്ച എന്ന് പറയുന്നത് കുറേ പൈസ ഉണ്ടാക്കലല്ല,
ഇറ്റ്സ് നോട്ട് അബൌട്ട് മേക്കിംഗ് മണി. ഒരാളുടെ സക്സസ് എന്ന് പറഞ്ഞാൽ 24/7 ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്, എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്, സമാധാനമുണ്ടോ, സ്വസ്ഥതയുണ്ടോ? ഏത് നേരം നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് എവിടെയാണ് സ്വസ്ഥതയും സമാധാനം? അതെ, ഞാൻ കമന്റ് ഇടാറുണ്ട് കേട്ടോ. ഞാൻ ഈ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ നല്ല പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ കമന്റ് ഇടാറുണ്ട്. ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഇന്ന് വരെ ഞാൻ ആരെ ഹെർട്ട് ചെയ്യണ രീതിക്കോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ ഇട്ടിട്ടില്ല. ഒന്നും ഇടാറില്ല. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഈ നെഗറ്റീവ് ഇടുന്നവരുടെ തോട്ട് പ്രോസസ്സ് എന്തായിരിക്കും എന്ന്. ചിലപ്പോൾ ഭയങ്കരമായിട്ട് ലൈഫിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരാളായിരിക്കും, അവരുടെ ഏറ്റവും വേസ്റ്റ് ടൈമിലായിരിക്കും നമ്മുടെ ഒരു ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു വീഡിയോ അവർ കാണുന്നത്. മേ ബി അസൂയയിൽ നിന്നുണ്ടാവും. വരാം. ഒരാൾക്ക് പറ്റാത്തൊരു കാര്യം വേറൊരാൾ ചെയ്ത് കാണിക്കുമ്പോൾ അവരുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ഫീലിംഗ് വരാം. ഇവർ മാക്സിമം ട്രിഗർ ചെയ്യും കേട്ടോ. അതെ. അപ്പോൾ ഇവരുടെ ഒരേ ഒരു ഉദ്ദേശമുള്ളൂ, ഇത് കാണുന്നവർ നമുക്കൊരു റിപ്ലൈ തരണം. അതെ, അവർക്ക് അതോടുകൂടി അവർ ഹാപ്പിയാണ്. അല്ല അവനെ ഒന്ന് താഴ്ത്തി കെട്ടണം. അതെ, അപ്പോൾ നമ്മൾ അവന് അതിന് റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഇത് അവന് സംഗതി കൊണ്ടിട്ടുണ്ട്, വർക്കായി, വീണ്ടും കുത്താം. അങ്ങനെയാണ് ആ ഒരു നെഗറ്റിവിറ്റിയുടെ ആ ഒരു സ്പ്രെഡിങ് നടക്കുന്നത്. ഞാൻ പറയുന്നത് ഇത് ശ്രദ്ധിക്കാനേ പോകരുത്. ഇത് ഞാൻ എസ്പെഷ്യലി ചീത്ത വിളിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. കൺസ്ട്രക്റ്റീവായിട്ട് നല്ല കാര്യങ്ങൾ, നെഗറ്റീവ് ആണെങ്കിൽ പോലും നല്ല ഫീഡ്ബാക്ക് വരുന്ന ഒരുപാട് പേരുണ്ട്. അതെ അതെ, അവർക്ക് ഭയങ്കര രസമാണ് കേട്ടോ. കാരണം അവര് പറയുമെങ്കിലും കാർത്തിക് ബ്രോ നമ്മൾ ഇത്ര വർഷമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണ്, പക്ഷെ ഈ കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എടുക്കാം. നമുക്ക് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഈസ് ഓൾവേസ് ഗുഡ്. പക്ഷേ ബ്ലൈൻഡ് ഹേറ്റഡ്നെസ് അതാണ് അത് ഞാൻ കാണുന്നതൊക്കെ ഞാൻ ഒരുപാട് അങ്ങനെ കാണാറില്ല, എന്നാലും കാണുന്നതൊക്കെ ഞാൻ അത് ഇഗ്നോർ ചെയ്ത് കളയും, ഡിലീറ്റ് ചെയ്താലും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അത് അഫക്റ്റ് ചെയ്യും. നമ്മളത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, നശിക്കുന്ന നമ്മുടെ ലൈഫ്. അവർക്ക് എന്ത്, അവരെറിഞ്ഞിട്ട് അവർ പോയി, അവരടുത്തവരുടെ വീഡിയോയ്ക്ക് താഴെ നെഗറ്റീവ് കമന്റ് ഇടാൻ പോയി. പക്ഷെ നമ്മളതും പിടിച്ചിട്ടുണ്ട്, നമ്മുടെ മനസ്സമാധാനവും സന്തോഷവും പോകും. അതെ, നമ്മളെ മാത്രമല്ല നമ്മളെ കൂടെ ഉള്ളവരെയും പറയും. തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അവരെയും ബാധിക്കും. അതെ, അപ്പോൾ നമ്മൾ സമാധാനമായി സന്തോഷമായി പൊക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം അവിടേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായി കമന്റ് വരും. അപ്പോ നമ്മളെ കുറിച്ച് ആയിരിക്കില്ല ചിലപ്പോൾ നെഗറ്റീവ് പറയുന്നത്, വീട്ടിലുള്ള ഒരാളെ പറ്റിയായിരിക്കും. അപ്പോൾ വീട്ടിലുള്ള ഒരാൾ പെട്ടെന്ന് ഇത് വായിക്കുകയാണെങ്കിൽ അവർ ഡൗൺ ആവും, അവരുടെ മൈൻഡിൽ ഇത് കയറും. അവര് ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും ഇങ്ങനെയുള്ളൊരു കാര്യം ചിന്തിച്ചിട്ടേ ഉണ്ടാവൂല. അവർ വിചാരിക്കും അങ്ങനെയാണോ ഇനി അവ എന്നെ കാണുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആംഗിൾ ഉണ്ടോ, വിഷമാണിത് എടുത്തിട്ട് കൊടുക്കുന്നത്. അതെ, ഒരു നെഗറ്റീവ് സ്പാർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് സിറ്റുവേഷൻ വന്നാലും ഈ കാര്യം മനസ്സിൽ വെച്ചിട്ട് ആൾക്കാർ അത് ചിന്തിക്കും. കറക്റ്റ്. അത് ഏതെങ്കിലും ഒരു സമയത്ത് വരുമ്പോൾ ഇത് പൊട്ടുകയും ചെയ്യും. അപ്പോൾ ചേട്ടാ ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇവ എന്തിനാടാ എന്റെ മണ്ടയ്ക്ക് കയറണം എന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ഉള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് അവന്റെ മൈൻഡിലുള്ള ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. ഇന്ന കമന്റ് കണ്ടതാണ് അന്ന് മുതലേ ഞാൻ ഇത് ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവുമ്പോഴത്തേക്കും ആ റിലേഷൻഷിപ്പ് തന്നെ ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകും. അയ്യോ, സോഷ്യൽ മീഡിയ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാതിരിക്കുക. നമുക്ക് എല്ലാവർക്കും പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ ലൈഫിൽ എല്ലാവരും സക്സസ്ഫുൾ ആകട്ടെ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ലോക സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവർക്കും നല്ലത് വന്ന് ഭവിക്കട്ടെ. എൻ്റെ ഏറ്റവും വലിയ ഡ്രീമുകളിലൊന്ന്, ഞാൻ എപ്പോഴും എൻ്റെ വ്ളോഗുകളിൽ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു 1000 പേർക്ക് ജോലി കൊടുക്കണം. എന്ത് കരിയർ ആണെന്ന് അറിയില്ല, പക്ഷെ 1000 പേർക്ക് ഞാൻ ജോലി കൊടുക്കും. അതും നോർമലല്ല, അത്യാവശ്യം നല്ല വെല്ലായിട്ടുള്ള, എൻ്റെ കൂടെ ആരൊക്കെയാണോ നിൽക്കുന്നത് അവരെല്ലാം നല്ല നിലയിലായി കാണണമെന്നുള്ള തീവ്രമായ ആഗ്രഹം എനിക്കുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ കണക്ക് എനിക്ക് ഫൈനാൻഷ്യൽ ഗെയിൻസിനെക്കാളും കൂടുതൽ എനിക്ക് ഇങ്ങനെയുള്ള വിൻസിനോടാണ് കുറച്ചുകൂടെ ഒരു താല്പര്യം. ഫൈനാൻസ് ഓക്കെ ഫൈൻ, നമുക്ക് ജീവിച്ചു പോകാനുള്ള കിട്ടിയാൽ നമ്മൾ ഹാപ്പിയാണ്. കാരണം ഞാൻ ഇപ്പോൾ ഷീറ്റിയുടെ വീട്ടിലാണ്, ഞാൻ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ വൈഫ് ഭയങ്കര ഹാപ്പിയാണ് അവിടെ. വെരി ഗുഡ്. പക്ഷെ ഒരു വലിയ വീട് വെക്കുന്നത് എന്താണെന്ന് പറയാം, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ്. കാരണം അതിലല്ല കാര്യം നമ്മൾ എവിടെ ഇരുന്നാലും ഹാപ്പി ആവണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഇതല്ല ഇതിനപ്പുറം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. കാരണം ആൾക്കാർക്ക് വിഷ്വൽ പ്രൂഫ് വേണം. 100% ട്രൂ. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും അവരവിടെ ആ ഫ്രണ്ടിൽ അവിടെ പോർച്ചിലിരിക്കണം, അവരവിടെ സമാധാനമായിട്ട് എൻജോയ് ചെയ്യണത് അത് ഞാൻ കൊച്ചിലേ മുതലേ കാണുന്നൊരു കാര്യമാണ്.
എൻ്റെ അച്ഛൻ അവിടെ അതാണ് മാനിഫെസ്റ്റേഷൻ. അത് ആഗ്രഹിച്ചു, അത് നടന്നു. എന്നെ കൊണ്ടത് പറ്റില്ല എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്നത് എത്തില്ലായിരുന്നു. അതെ അതൊരു ഞാൻ പറഞ്ഞില്ലേ, ഇത് ലെയർ ബൈ ലെയർ ആയിട്ട് ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്ന പല കാര്യങ്ങളുമാണ് അതെ, നമ്മളെ ആഗ്രഹങ്ങളായിട്ട്. അത് യാഥാർത്ഥ്യമായിട്ട് വരുമ്പം നമ്മൾ ഓർക്കും, അന്ന് ഞാൻ തീവ്രമായിട്ട് ആഗ്രഹിച്ചിരുന്നു. അതെ, വെറും ആഗ്രഹം മാത്രമല്ല, അതിനുവേണ്ടി വർക്ക് ചെയ്തു. കാർത്തിക് സൂര്യ വെറുതെ ഇരുന്നിട്ട് സക്സസ്ഫുൾ ആയ വ്യക്തിയല്ല. അതിനുവേണ്ടി എടുത്ത എഫേർട്ട്, അതിനുവേണ്ടി എടുത്ത കഷ്ടപ്പാടൊക്കെ ഉണ്ട്. ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കുന്നത് അവരുടെയൊക്കെ ലൈഫിൽ കണ്ടോ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ യൂട്യൂബിലോട്ട് ചെന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവരങ്ങ് വൈറലാവുകയാണ്, അവർ സക്സസ്ഫുൾ. അതിൻ്റെയൊക്കെ പിന്നിലുള്ള എഫേർട്ട് ആർക്കും അറിയില്ല. വീഡിയോ ഐഡിയക്ക് വേണ്ടി ഉറക്കമുളച്ചിരുന്ന രാത്രികൾ ആരും കണ്ടിട്ടില്ല. എന്ത് കണ്ടന്റ് ചിന്തിക്കുമെന്ന് ആരും കണ്ടിട്ടില്ല. ഉറക്കമുളച്ചിരുന്ന് എഡിറ്റ് ചെയ്തിട്ടുള്ള എല്ലാം രാത്രികൾ. സ്വന്തമായിട്ട് ചെയ്തിരുന്ന അതെ, സമയങ്ങളുണ്ട്. ഞാൻ കമ്പ്യൂട്ടറിന് മുമ്പ് ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഉറങ്ങിപ്പോയിട്ടുള്ള കാലങ്ങൾ വരെ ഉണ്ട്. ഇപ്പോൾ എഡിറ്ററുണ്ട്, അതെ, ഇപ്പോൾ എഡിറ്റ് ചെയ്ത് തരാൻ ആൾക്കാരുണ്ട്, എഡിറ്റേഴ്സ് ഉണ്ട്, നമുക്ക് ഷൂട്ട് ചെയ്ത് തരാൻ ആളുണ്ട്. ഇതൊക്കെ ഒരു ചെറുക്കൻ ഒരു iPhone 6s പിടിച്ചിട്ട് ഹലോ ഗൈസ് എന്നും പറഞ്ഞ് ഓഡിയോ ഓട്ടത്തുനിന്ന് വന്നതാണ്. അതെ, ആരും ഒന്നും കൊണ്ട് തന്നതല്ല. അപ്പം അതാണ് എങ്ങനെ. അപ്പോൾ ആലോചിക്കും, അത് നീ തുടക്കത്തിൽ യൂട്യൂബ് കയറിയുണ്ടല്ലോ. അന്ന് യൂട്യൂബ് ഇത്ര വലിയ സംഭവമൊന്നും അല്ല അല്ലായിരുന്നു. അല്ല, അന്ന് യൂട്യൂബിൽ ഞാൻ തുടങ്ങുന്ന സമയത്ത് വിരലിലുണ്ടാവുന്ന യൂട്യൂബേഴ്സേ ഉള്ളൂ അതെ, കേരളത്തിൽ. കറക്റ്റ്. ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരു ഹോബി, എനിക്ക് എഴുതാൻ പറ്റാത്തത് കൊണ്ട് ബ്ലോഗ് എഴുതിയിട്ട് ആരും വായിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഒരു വ്ളോഗ് തുടങ്ങി. അതെ, അത്രയും ഞാൻ ചെയ്തോളൂ. പക്ഷേ ഇങ്ങനെ ഒരു കരിയർ ഉണ്ടെന്നോ ഇങ്ങനെയൊക്കെ എൻ്റെ ലൈഫ് പോകുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഞാൻ എന്തെങ്കിലും ആവും, കറക്റ്റ്, ആയിരിക്കും കറക്റ്റ് എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്നു. അയ്യോ അത് ഉണ്ട് കേട്ടോ. അത് പണ്ടേ അതായി ഉണ്ട്. പറ്റുകാരെന്നറിയോ, നമ്മളെ കളിയാക്കി നമ്മളെ വിഷമിപ്പിക്കുക, നീ എങ്ങും എത്തില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്ത് കാണിക്കാനായിട്ടൊരു ഉത്സാഹം വരും. അതെ, കുറച്ച് കൂടുതലാണെങ്കിലേ ഉള്ളൂ അത്. അപ്പോൾ അല്ല, മോശം സാഹചര്യങ്ങളാണ് ഒരു വ്യക്തിക്ക് വളരാനുള്ള ഏറ്റവും വളക്കൂറുള്ള മണ്ണെന്നേ ഞാൻ പറയൂ. ഇപ്പോൾ ലൈഫിലെല്ലാം ഉണ്ട്, പേരൻസൊക്കെ ഭയങ്കര പാമ്പർ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുത്ത് വെച്ചേക്കുന്നവർക്ക് വളരണമെന്നൊരു ചിന്ത ആണല്ലോ, അവരങ്ങനെ അങ്ങ് പോകും. നേരെ മറിച്ച് ലൈഫിൽ കുറേ സ്ട്രഗിൾസ് ഉണ്ട്, ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും. അങ്ങനെയുള്ളവരാണ് കൂടുതലും സ്ട്രഗിൾ ചെയ്ത് കയറി വരുന്നത്. അതെ, അപ്പോൾ നമ്മൾ പറഞ്ഞ് ഡ്രീംസ് എന്നൊരു വലിയ ടോപ്പിക്കാണ് അതെ, അങ്ങ് എടുത്തിട്ടത്. പക്ഷേ ഇത് ആൾക്കാർ കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാണല്ലോ, ഇത് ടീച്ചറെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ചേട്ടാ ഞാൻ വായിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കുമോ, അതുമായിട്ട് റിലേറ്റഡ് ഉള്ള Related കാര്യങ്ങളൊക്കെ ആയിരിക്കും ആയിരിക്കും പുള്ളിക്കാർ പറയുന്നത്. എന്നിട്ടാണ് ഞാൻ വീഡിയോസ് കണ്ടത്. കുറച്ച് ഇൻഡെപ്ത് ആയിട്ടിരുന്ന് ഞാൻ കണ്ട് നോക്കിയപ്പോൾ റൂട്ട് കറക്റ്റാണ്. കറക്റ്റാണ്. കാരണം മൈൻഡ് സെറ്റ് അതെ, മാച്ച് ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള എത്രയോ ആൾക്കാർ നമുക്ക് എക്സാമ്പിൾ ആയിട്ടുണ്ട്. അതെ, അപ്പോൾ ഇത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. കാര്യമാണ്. അപ്പോൾ അപ്പോൾ എല്ലാവരും ആ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, എല്ലാവരും എന്താ പറയുക, എനിക്ക് ലൈഫിൽ വിജയിക്കാൻ പറ്റില്ല, എനിക്കിങ്ങനൊന്നും ആകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ എനിക്ക് സംരംഭകയാകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എങ്ങും എത്താൻ കഴിയില്ലെന്ന് പറഞ്ഞിരിക്കുന്ന മാക്സിമം സ്ത്രീകളോടാണ് ഞാൻ പറഞ്ഞ കാര്യം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം വരുന്നില്ല. ഒരുപാട് എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കും അങ്ങനെ വീടിൻ്റെ. പറയല്ലേ ടീച്ചർ. പുരുഷന്മാർക്കും, ആ കാരണം പുരുഷന്മാർക്കാണ് വീട് നോക്കണമെന്നുള്ള ഏറ്റവും വലിയ പ്രഷർ വരുന്നത്. ഞാൻ പറഞ്ഞത് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം. കാരണം അതെ, സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും. ഒരുപാട് എഡ്യൂക്കേഷൻ ഉള്ളവരുണ്ട്. വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ വിഷമിച്ച് കരയുന്ന ഒരുപാട്. കാര്യം ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം. ഞാൻ പറഞ്ഞത്, കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, അവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവർ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമായിരിക്കില്ല മാക്സിമം പേർക്കും കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് മെൻ്റൽ ടോർച്ചറുകൾ, പലരെയും തൃപ്തി. പുരുഷന്മാർക്ക് ആ ഒരു കുറേ ഇത് വരുന്നില്ലല്ലോ, അവർക്കും ഉണ്ട്, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. രണ്ടുപേർക്കും രണ്ട് കമ്പാരിറ്റീവ്ലി പേരുടേതായ തീർച്ചയായിട്ടും ഉണ്ട്. problems ഞാൻ ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ഞാൻ സ്ത്രീകളോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സാഹചര്യങ്ങൾ മോശമാണ്, ഭർത്താവ് സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലേ, ഭർത്താവിൻ്റെ വീട്ടുകാർ സപ്പോർട്ട് അല്ലാന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കാനേ പറ്റും. അതിനപ്പുറം എനിക്കെന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം സാഹചര്യങ്ങളെ, ആ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നൊരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരണമെന്നൊരു സ്ത്രീ ചിന്തിച്ചാൽ അവർക്കത് പറ്റും. അതല്ല കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കാം. പുരുഷന്മാർക്കാണെങ്കിലും അത് തന്നെ, അവരുടെ ഇപ്പോൾ കടന്നു പോകുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മറികടന്ന്, ഇപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട്, ഏത് സമയവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതേ മാനിഫെസ്റ്റ് ആവത്തുള്ളൂ. ഇപ്പോൾ കടബാധ്യതയുണ്ട്, അതിനൊരു വഴി നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യുക, ഒന്നുകിൽ ഒരു ജോലി കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് കണ്ടെത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻകം സോഴ്സ് കണ്ടെത്തി പെട്ടെന്ന് അത് അടച്ചു തീർക്കണം എന്നാണ് ചിന്തിക്കുന്നത്. നടക്കും. പലരും
കടബാധ്യതയാണ്, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ ആയിപ്പോയെന്ന് ജീവിതം പോലും മതിയാക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. ദൈവം തന്ന ഏറ്റവും വലിയ ദാനമാണ് ഈ ഒരു ജീവിതം എന്ന് പറഞ്ഞത്. അതിനെപ്പോലും ഈ തെറ്റായ ചിന്ത കൊണ്ട് നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ നശിപ്പിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഈ പോഡ്കാസ്റ്റ് കാണുന്നുണ്ടാവും. അതെ. ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത പോലും മനസ്സിൽ വരരുത്. ഏത് മനുഷ്യനും അവൻ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ പറ്റും. അതിനെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. ധാരാളം പുസ്തകങ്ങളുണ്ട്. പഠിക്കുക. യെസ്, എക്സാക്ട്ലി. കാരണം എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. യെസ്, വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്. അതെ, അതിനെക്കുറിച്ച് പഠിക്കുക. ഇത് പറയുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അതെ. എല്ലാവരും ഇത്ര ഒന്നിച്ച് ഗാങ്ങായിട്ട് വന്നിരുന്ന് അതിനെപ്പറ്റി വെറുതെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ലല്ലോ. അതെ, അതെ, മനസ്സിലാക്കും തോറും നമ്മൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടും, വന്നു തുടങ്ങും. അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ വന്നിട്ട് ഇവിടെ കാർത്തിക് സൂര്യ അൺലീഷ്ഡില്? കാർത്തിക് സൂര്യ അടിപൊളിയല്ലേ? അത് പറയേണ്ട കാര്യമില്ല. മലയാളികൾക്ക് എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ യു ആർ വെരി ഡൗൺ ടു എർത്ത്. ഒരിക്കലും ഞാനിങ്ങനെ ഭയങ്കര സംഭവമാണ്. ഇപ്പോൾ നമ്മൾ വന്നപ്പോഴാണെങ്കിലും ഭയങ്കര നമുക്കൊരു കൂടപ്പുറപ്പിനെ പോലുള്ളൊരു സ്നേഹ ഫീൽ അത് ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചാവുന്നു. ഞങ്ങൾ ഒരിക്കലും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ആരോടും കാണിക്കുന്ന, ഞാൻ ഇന്ന് വരെ ഒരു വീഡിയോയിൽ നമുക്കൊരാളുടെ ബേസിക് നേച്ചർ അറിയാമല്ലോ, അത് തന്നെയാണ്, ആ എളിമ തന്നെയാണ് താങ്കളുടെ ഏറ്റവും വലിയ മുഖമുദ്ര. അത് ജീവിതത്തിൽ ഏറ്റവും സക്സസ് തരട്ടെ, ആഗ്രഹിക്കുന്ന എല്ലാ സ്വപ്നങ്ങളും നടക്കട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ്. അതെ, താങ്ക് യു സോ മച്ച്. ആ ക്രെഡിറ്റ് എൻ്റെ വീട്ടുകാർക്ക് ഞാൻ കൊടുക്കുന്നു. കാരണം അവരെന്നെ വളർത്തിയത് തീർച്ചയായിട്ടും രീതി കാരണമാണ്. കാരണം അഹങ്കരിക്കരുത് ഒന്നിലും. അതെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാനേ നമ്മൾ ശ്രമിക്കാവൂ എന്നാണ് അവർ പഠിച്ചിട്ടുള്ളത്. അതെ. അത് കാരണം എൻ്റെ അച്ഛൻ ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അച്ഛൻ ഒരടി മാറിയിട്ടില്ല. അപ്പോൾ പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ സംസാരിച്ചിട്ട്. കാരണം ഞാൻ മൈൻഡിൽ വിശ്വസിക്കുന്ന, ഞാൻ പലപ്പോഴും മൈൻഡിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ള, എന്നെ ലൈഫിൽ എപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺസെപ്റ്റുകളെ പറ്റിയാണ് ചേച്ചി പഠിപ്പിക്കുന്നത്, ചേച്ചി സംസാരിക്കുന്നത്. അപ്പോൾ അത് വേറൊരാളുടെ വായിന്ന് കേട്ടപ്പോഴേ ഭയങ്കര സന്തോഷം. ഞാൻ മാത്രമല്ല. അപ്പോൾ അത് ഒരുപാട് ആൾക്കാരിലേക്ക്, ഇനി ഒരുപാട് ആൾക്കാരിലേക്ക് എത്തട്ടെ എന്ന് ജെന്യുവനായി ഞാൻ ആഗ്രഹിക്കുന്നു. ടീച്ചറുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ ടീച്ചർ എന്ന് വിളിക്കണോ ചേച്ചി എന്ന് വിളിക്കണോ? ചേച്ചി എന്ന് വിളിക്കുമ്പോൾ കുറച്ചൊരു അടുപ്പം തോന്നുന്നു. ചേച്ചി എന്ന് തന്നെ വിളിക്കാം. ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റഗ്രാം ഹാൻഡിൽസ്, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ അതെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ, ഞാൻ വിളിച്ചപ്പോൾ തന്നെ വന്നതിൽ ഒരുപാട് സന്തോഷം. കാരണം ഈ ഒരു ടോപ്പിക്ക് ഇത് ആൾക്കാർ അറിഞ്ഞിരിക്കണം. കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ, അവൻ ഇത് മൊത്തം ഇരുന്ന് കേൾക്കണം. കാരണം അവൻ്റെ ലൈഫ് ഇനി മാറാൻ പോവുകയാണ്. അത് അവൻ വിശ്വസിക്കും. തീർച്ചയായിട്ടും അതിനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. അവനും അത് വിശ്വസിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലായിരിക്കും. സുജ ആർ മോഹൻ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു കാർത്തിക് സൂര്യ അൺലീഷ്ഡ് ആൻഡ് ബൈ ബൈ.